ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ഇടവമാസം 1-ാം തീയതി. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. ഭാഗവത ജ്ഞാനഗംഗയിൽ രുക്മിണീ സ്വയംവരം ഭാഗം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധം 54-ാം അധ്യായം. ആദ്യത്തെ 17 ശ്ലോകങ്ങൾ ഇന്നലെ വ്യാഖ്യാനിച്ചു. തുടർന്നാണ് കാണേണ്ടത്. ഭഗവാൻ രുക്മിണിയെ അപഹരിച്ച ശേഷം രഥത്തിൽ കയറി പോകുമ്പോൾ ജരാസന്ധൻ, ശിശുപാലൻ മുതലായിട്ടുള്ള രാജാക്കന്മാരുടെ സൈന്യം ഈ ഭഗവാനെയും ബലരാമസ്വാമിയെയും യാദവ സൈന്യത്തെയും നേരിടുന്നതും ആക്രമിക്കുന്നതും പരസ്പരം യുദ്ധം ചെയ്യുന്നതും യാദവ സൈന്യത്തോട് മറ്റു സൈന്യങ്ങൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നതും ശിശുപാലനെ ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള രാജാക്കന്മാർ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി തുടർന്ന് രുക്മി പ്രതിജ്ഞ ചെയ്ത് കൃഷ്ണനെ വധിക്കാതെ, തൻ്റെ അനുജത്തിയെ തിരിച്ചു കൊണ്ടുവരാതെ താൻ ഇനി വിദർഭ രാജധാനിയായ കുണ്ടിനപുരത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു എല്ലാ രാജാക്കന്മാരും കേൾക്കെ. എന്നിട്ട് ഭഗവാനെ ആക്രമിക്കുന്നതായിട്ടുള്ള കഥകളാണ്. ഭഗവാന് നിവൃത്തിയില്ലാതായി തിരിച്ച് നിന്ന് രുക്മിയെ യുദ്ധത്തിൽ ആക്രമിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ബന്ധിക്കുന്നതും വധിക്കാനായിട്ട് ഒരുമ്പെടുന്നതും രുക്മിണി ദേവി കാലിൽ വീണ് സഹോദരനെ വധിക്കരുത് എന്ന് അപേക്ഷിക്കുന്നതും ഭഗവാൻ രുക്മിണിയോടുള്ള കാരുണ്യങ്ങൾ കൊണ്ട് രുക്മിയെ വധിക്കാതെ വിടുന്നതും, അഥവാ രുക്മി ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടാനുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നതും വിരൂപനായി അയക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ബലരാമസ്വാമി വന്ന് കൃഷ്ണനെ അല്പം ശാസിച്ചുകൊണ്ട് രുക്മിണിയെ ആശ്വസിപ്പിക്കുന്നതും രുക്മിണിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും ആണ് ഇനി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ വിധിപ്രകാരം മുഹൂർത്തത്തിൽ രുക്മിണി ദേവിയെ ആ വിവാഹ ചടങ്ങുകൾ ചെയ്ത് സ്വീകരിക്കുന്നത്. നമുക്ക് വായിക്കാം. 54-ാം അധ്യായം വായിക്കാം. നമുക്ക് 49-ാം ശ്ലോകം വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 45-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി സർവേ സുസംരബ്ധാഃ വാഹനാരുഹ്യ ദംശിതാഃ
स्वैर्बलैः परिक्रान्ताः अन्वीयुर्धृतकार्मुगाः तानापतत आलोक्य यादवानीकयूधवाः तस्तु तल् सम्मुगा राजन् विस्फूर्ज्य स्वधनूंशिते अश्वपृष्ठे गजस्कन्धे रथोपस्थे च कोविदाः मुमुचुः शरवर्षाणि मेघा अदृश्वपो यदा पत्युर्बलं शरासारैः छन्नं वीक्ष्य सुमध्यमा सव्रीडमैक्षत्तद्वक्त्रं भयविह्वललोचना प्रहस्य भगवानाः मास्मभैर्वामलोचने विनङ्क्ष्यत्यधुनैवैतत् तावकैः शास्त्रवं बलम् तेषां तद्विक्रमं वीरा गतसङ्घर्षणादयः अमृष्यमाणा नाराचैः जग्नुर्हयगजान् रथान् पेदुशिरां शिरदिनाम् अश्विनां गजिनां भुवि सकुण्डलकिरीटानि सोष्णीषाणि च कोडिशः हस्तासासि गदेश्वासाः करभाऊरवोऽङ्ग्रयः अश्वतरनागोष्ठखरमर्त्यशिरांसि च हन्यमानबलानीका वृष्णिभिर्जयकाङ्क्षिभिः राजानो विमुखा जग्मुः जरासन्दपुरःसराः शिशुपालं समभ्येत्य हृतदारमिवातुरं नष्टत्विषं गतोत्साहं शुष्यद्वदनमब्रुवन् भो भो पुरुषशार्दूल दौर्मनस्यमिदं त्यज न प्रिया प्रिययो राजन् निष्ठा देहिषु दृश्यते यदा दारुमयी योषित नृत्यते कुहकेच्छया एवमीश्वरतन्द्रोऽयम् ईहते सुखदुःखयोः शौरेः सप्तदशाहं वै संयुगानि पराजितः त्रयोविंशतिभिः सैन्यैः जिज्ञ एकमहं परम् तदाप्यहं न शोचामि न प्रहृष्यामि कर्हिचित् कालेन दैवयुक्तेन जानन् विद्राविदं जगत् अधुनापि वयं सर्वे वीरयूधपयूधपाः पराजिता भल्गुतन्द्रैः यदुभिः कृष्णपालितैः रिपवो जिज्ञुरधुना काल आत्मानुसारिणि यत्तदा वयं विजेष्यामो यदा कालः प्रदक्षिणः एवं प्रबोधितो मित्रैः चैद्यो अगात्सानुगः पुरं हतशेषा पुनस्तेऽपि ययुस्वं स्वं पुरं नृपाः रुक्मी तु राक्षसोद्वाहं कृष्णद्विट् असहन् स्वसुः पृष्ठतो अन्वगमः कृष्णम् अक्षौहिण्या वृतो बली रुक्म्यमर्षि सुसंरब्धः शृण्वतां सर्वभूभुजां प्रतिजज्ञे महाबाहुः दंशितः सशरासनः अहत्वा समरे कृष्णम् अप्रत्यूह्य च रुक्मिणीं कुण्डिनं न प्रवेक्ष्यामि सत्यमेतद्ब्रवीमि वः इत्युक्त्वा रथमारुह्य सारथिं प्राह सत्वरः चोदयाश्वान् यतः कृष्णः तस्य मे संयुगं भवेत् अद्याहं निशितैर्बाणैः गोपालस्य सुदुर्मतेः नेष्ये वीर्यमदं येन स्वसामे प्रसवं हृता विकत्तमानः कुमतिः ईश्वरस्याप्रमाणवित् रथेनैकेन गोविन्दं तिष्ठ तिष्ठेत्यदाह्वयत् धनुर्विकृष्य सुदृढं जग्ने कृष्णं त्रिभिः शरैः आह चात्र क्षणं तिष्ठ यदूनां कुलपांसना कुत्र यासि स्वसारं मे मुषित्वा द्वांशवद्भविः हरिष्येद्यमदं मन्द मायिनः कूडयोदिनः यावन्न मे हतो बाणैः शयीधामुञ्जदारिकां स्मयन् कृष्णोदनुश्चित्वा षड्भिर्विव्याधरुग्मिणम् अष्टभिश्चतुरो वाहान् द्वाभ्यां सूतं ध्वजं त्रिभिः स चान्यदनुराधाय कृष्णं विव्याध पञ्चभिः तैस्ताडितः शरौघैस्तु चिच्छेदधनुरच्युतः पुनरन्यदुपादत्त तदप्यच्छिनदव्ययः
പരിഗം പട്ടിശം ശൂലം ചർമാസീ ശക്തി തോമരൗ യദ്യദായുധമാദത്ത തൽസർവം സ്വച്ഛിനധരി തതോരദാദവപ്ലുത്യ ഗഡ്ഗപാണിർജിഗാംസയാ കൃഷ്ണമഭ്യദ്രവത് ക്രുദ്ധഃ പതംഗൈവ പാവകം തസ്യ ചാപതതഃ ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭിഃ ചിത്വാ സിമാദവേതിഗ്മം രുക്മിണം ഹന്തുമുദ്യതഃ ദൃഷ്ട്വാ ഭ്രാതൃവതോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുഃ ഉവാച കരുണം സതീം യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവാ ജഗത്പതേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. ശ്രീശുകൗവാച തയാ പരിത്രാസ വികമ്പിതാംഗയാ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാ കാദര്യ വിസ്രംസിത ഹേമമാലയാ ഗൃഹീതപാദഃ കരുണോ ന്യവർത്തത. ചൈലേന ബദ്ധ്വാ തം അസാധുകാരിണം സസ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവന്മമർദുഃ പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനീം യദാ ഗജാഃ. കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭുഃ വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത് അസാദ്വിദം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ മൈവാസ്മാൻ സാധ്വി അസൂയേതാ ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖദുഃഖദോ ന ചാന്യോസ്തി യതഃ സ്വകൃതഭുഃ പുമാൻ ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർവദമർഹതി ത്യാജ്യഃ സ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യത്തെ പുനഃ. ക്ഷത്രിയാണാമയം ധർമ്മഃ പ്രജാപതിവിനിർമ്മിതഃ ഭ്രാതാഭിഭ്രാതരം ഹന്യാത് യേന ഘോരതരസ്തതഃ. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാ ഹേതോഃ ശ്രീമദാന്താ ക്ഷിപന്തിഃ. തവേയം വിഷമാ ബുദ്ധിഃ സർവഭൂതേഷു ദുർഹൃതാം യന്മന്യസേ സദാ ഭദ്രം സുഹൃതാം ഭദ്രമജ്ഞവത്. ആത്മമോഹോ നൃണാമേഷഃ കൽപ്യത്തെ ദേവമായയാ സുഹൃദ്ദുർഹൃദുദാസീനഃ ഇതി ദേഹാത്മമാനിനാം. ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ ഗൃഹ്യത്തെ മൂഢൈഃ യഥാ ജ്യോതിർയഥാ നഭഃ. ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യപ്രാണഗുണാത്മകഃ ആത്മന്യവിദ്യയാ ക്ലുപ്തഃ സംസാരയതി ദേഹിനം നാത്മനോ അന്യേന സംയോഗോ വിയോഗശ്ച സദസ്സതി. തദ്ഹേതുത്വാത് തൽപ്രസിദ്ധേഃ ദൃഗ്രൂപാഭ്യാം യദാരവേഃ ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മനഃ ക്വചിത്. കലാനാമിവ നൈവേന്ദോഃ മൃതിർഹ്യസ്യ കുഹൂരിവ യദാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപി അസത്യർത്ഥേ തദാപ്നോത്യബുധോ ഭവം. തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. രുക്മിണി സ്വയംവരം കഥയാണ് ദശമസ്കന്ധത്തിലെ
54 അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുകയായിരുന്ന രുക്മിണി ദേവിയെ എല്ലാവരുടെയും നടുവിൽ വെച്ച് ഭഗവാൻ കൈപിടിച്ച് തൻ്റെ രഥത്തിലേക്ക് കയറ്റി ബലരാമസ്വാമി മുമ്പേ സൈന്യവും നയിച്ചുകൊണ്ട് അനുജനെ രക്ഷിച്ചുകൊണ്ട് ഗമിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപമാനിതരായ മറ്റു രാജാക്കന്മാരെല്ലാവരും കൂടി ആർത്തു വിളിച്ച് ആയുധങ്ങളേന്തി പിന്നാലെ വാഹനങ്ങളിൽ, ആനകളിലും രഥങ്ങളിലും കുതിരകളിലുമൊക്കെ ആയിട്ട് ഭഗവാനെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നു. അസ്ത്രങ്ങൾ മഴ പോലെ പെയ്യുന്നു. യാദവ സൈന്യം തിരിഞ്ഞു നിന്ന് അതിനെയെല്ലാം എതിരിടുന്നു. ഈ സമയത്ത് രുക്മിണി ദേവി അല്പം പരിഭ്രമിക്കുന്നുണ്ട്. ഭഗവാൻ ചിരിച്ചുകൊണ്ട്, പേടിക്കണ്ടാട്ടോ, ഈ നിന്റെ ശത്രു സൈന്യം ഇപ്പോൾ നമ്മുടെ സൈന്യത്താൽ, അല്ലെങ്കിൽ നിന്റെ സൈന്യം കൊണ്ട്, യാദവ സൈന്യം നിന്റെ സൈന്യമാണ്, ആ സൈന്യത്താൽ മറ്റുള്ള രാജാക്കന്മാരുടെ സൈന്യം നശിക്കും, ഇപ്പോൾ പരാജയപ്പെടും, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമന്റെയും ഗദൻ എന്ന ഭഗവാന്റെ അനുജന്റെയും ഒക്കെ നേതൃത്വത്തിൽ യാദവന്മാര് ശത്രു രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്നു. അസ്ത്രങ്ങളെല്ലാം പരസ്പരം മഴ പോലെ പെയ്യുന്നു. അവിടെ എല്ലാവരുടെയും ശിരസ്സറ്റു വീഴുന്നു. രഥത്തിലിരിക്കുന്നവരുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും ആനപ്പുറത്തിരിക്കുന്നവരുടെയും ശിരസ്സുകൾ ഭൂമിയിൽ പതിക്കുന്നു. കുണ്ടലങ്ങൾ, കിരീടങ്ങൾ, തലപ്പാവുകൾ ഇതെല്ലാം ധരിച്ച ശിരസ് അങ്ങനെ തന്നെ കോടിക്കണക്കിനാണ് ഭൂമിയിൽ വീഴുന്നത്. അതുപോലെ കൈകൾ, മണിക്കണ്ട ദേശങ്ങൾ, അതുപോലെ തുടകൾ, കാലുകൾ, ഇതെല്ലാം വാളും ഗദ, വില്ല് മുതലായ ആയുധങ്ങളോടുകൂടി താഴെ പതിക്കുന്നു. അതുപോലെ അശ്വം, അശ്വതരം, നാഗം, ഉഷ്ട്രം, ഖരം, മർത്യം ഇവരുടെയൊക്കെ ശിരസ്സുകൾ ഭൂമിയിൽ പതിക്കുന്നു. കുതിര, കോവർ കഴുത, ആന, ഒട്ടകം, കഴുത, മനുഷ്യർ ഇവരുടെയൊക്കെ ശിരസ്സുകൾ വീഴുന്നു. അങ്ങനെ ബലരാമസ്വാമിയുടെയും യാദവ സൈന്യത്തിന്റെയും ആക്രമണം താങ്ങാനാവാതെ രാജാനോ വിമുഖാ ജഗ്മുഹു ജരാസന്ധ പുരസ്സരാഹ. ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള സൈന്യങ്ങൾ, രാജാക്കന്മാർ എല്ലാം ഇവിടെ കൃഷ്ണനിൽ നിന്ന് വിമുഖരായി പലായനം ചെയ്യുന്നു. ജഗ്മുഹു, ശിശുപാലനും ഭയപ്പെട്ടോടുന്നു. ആ ഭാര്യ നഷ്ടപ്പെട്ടവനെ പോലെ വിഷമിക്കുന്നതായിട്ടുള്ള ശിശുപാലന്റെ അടുത്തേക്ക് ഈ രാജാക്കന്മാർ വന്ന് ഉത്സാഹം പോയവനും പ്രഭ പോയവനും ഉണങ്ങിയ മുഖത്തോടു കൂടിയവനുമായിട്ടുള്ള ശിശുപാലനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പുരുഷശാർദൂല, അങ്ങയുടെ ദൗർമനസ്യത്തെ, ദുഃഖത്തെ ത്യജിച്ചാലും എപ്പോഴും ദേഹികൾക്ക് പ്രിയവും അപ്രിയവും സ്ഥിരമായി നിൽക്കുന്നത് കാണുന്നില്ലല്ലോ. പ്രിയം വരാം, അപ്രിയം വരാം, മാറി മാറി വരുന്നതാണ് ലോക സ്വഭാവം. എപ്രകാരമാണോ മരം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു സ്ത്രീയുടെ പാവ അതിൻ്റെ പുറകിൽ കളിപ്പിക്കുന്ന ആളുടെ ഇച്ഛയ്ക്കനുസരിച്ച് കളിക്കുന്നത്, അതുപോലെയാണ് നമ്മളെല്ലാവരും ഈശ്വരനാൽ കളിപ്പിക്കപ്പെടുന്ന പാവകൾക്ക് സമാനന്മാരാണ്. നമ്മളുടെ സുഖദുഃഖങ്ങൾ പ്രാപിക്കുന്നത്, അനുഭവിക്കുന്നതെല്ലാം ഈശ്വരേച്ഛയ്ക്കനുസരിച്ചാണ്. എന്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞ് ജരാസന്ധൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഉദാഹരണമായിട്ട് ഈ ശൗരിയുമായിട്ട് ഞാൻ 17 പ്രാവശ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടു, പക്ഷെ ഞാൻ വിട്ടില്ല. 23 അക്ഷൗഹിണി സൈന്യങ്ങളുമായിട്ടാണ് ഞാൻ പോയത്, അപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെട്ടു. വീണ്ടും ഞാൻ അതേപോലെ പോയപ്പോൾ 18ാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം എനിക്ക് ജയിക്കാൻ സാധിച്ചുല്ലോ. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ദുഃഖിക്കുന്നില്ല, ജയിച്ചപ്പോൾ ഞാൻ സന്തോഷിക്കുന്നുമില്ല. കാരണം ഇതെല്ലാം ദൈവയുക്തമായ കാലത്താലാണ് ഈ ജനങ്ങൾ, ഈ ലോകത്തിലുള്ള എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ജാനൻ വിദ്രാവിധം ജഗത്. അപ്പൊ ഈ ജഗത്തിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട്, ലോക സ്വഭാവമാണിത് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അധികം ഹർഷവിഷാദങ്ങളെ പ്രാപിക്കാതെ സമബുദ്ധിയായി സ്ഥിതപ്രജ്ഞനെ പോലെ കഴിയുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പതാ
നമ്മൾ വീരയൂതപയൂതപന്മാരായിട്ടുള്ള നമ്മൾ ഈ ചെറിയ സൈന്യമായിട്ടുള്ള യാദവ സൈന്യത്തോട് പരാജയപ്പെട്ടു. അതിപ്പോ കാലത്തിന്റെ നീതിയാണ്. ഇപ്പൊ കാലം അവർക്ക് അനുകൂലവും നമുക്ക് പ്രതികൂലവുമാണ്. അതുകൊണ്ട് ആത്മാനുസാരണിയായ കാലത്തിലാണ് ശത്രുക്കൾ ജനിച്ചത്. തഥാ വയം വിജയിഷ്യാമോ യഥാ കാല പ്രദക്ഷിണഃ. ഈ കാലം നമുക്ക് അനുകൂലമായിട്ട് വരും, അപ്പോൾ നമുക്ക് ജയിക്കാം. ഏവം പ്രബോധിതോ മിത്രൈഹി ചൈദ്യോഗാത് സാനുഗഃ പുരം. ഇങ്ങനെ മിത്രരാജാക്കന്മാരാൽ പ്രബോധിതനായ ചൈദ്യൻ അനുഗന്മാരോടുകൂടി തന്റെ പുരത്തേക്ക് മടങ്ങിപ്പോയി. ഹതശേഷാ പുനസ്തേവി യയുസ്വം സ്വം പുരം നൃപാഹ. മറ്റ് ഹതശേഷരായ സൈന്യങ്ങളും രാജാക്കന്മാരും അവരവരുടേതായിട്ടുള്ള പുരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ വന്നവരെല്ലാം പോയി. ഇനി ആകെയുള്ളത് രുക്മിയുടെ സൈന്യവും വിദർഭദേശത്തെ സൈന്യവും മാത്രമേ ഉള്ളൂ. രുക്മി മാത്രം വിട്ടുപോകാൻ തയ്യാറില്ല. ഭഗവാനെ പിന്തുടരുന്ന കഥയാണ് നമുക്ക് കാണാം 18-ാം ശ്ലോകം മുതൽക്ക്. ഓ 18-ാം ശ്ലോകം മുതൽക്ക്. രുക്മീ തു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിറ്റ് അസഹൻ സ്വസുഹു പൃഷ്ടതോന്മഗമത്കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലീ. രുക്മീ തു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിറ്റ് അസഹൻ സ്വസുഹു പൃഷ്ടതോ അന്വഗമത്കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലീ. ആ രുക്മിയാവട്ടെ, രുക്മിയെ കുറിച്ച് പറഞ്ഞതാണ് കൃഷ്ണദ്വിട്ട് എന്ന്. കൃഷ്ണദ്വിട്ട്, കൃഷ്ണനെ ദ്വേഷിക്കുന്നവനായ രുക്മി. ഇപ്പൊ കൃഷ്ണദ്വിട്ടായ രുക്മിയാവട്ടെ സ്വസുഹു രാക്ഷസോദ്വാഹം അസഹൻ. സ്വസുഹു തന്റെ സഹോദരിയുടെ സഹോദരി, അതിന്റെ ഷഷ്ടി ഏകവചനമാണ് സ്വസുഹു, സഹോദരിയുടെ. അപ്പൊ സഹോദരിയുടെ രാക്ഷസോദ്വാഹം, രാക്ഷസ വിധിപ്രകാരമുള്ള ബലാത്കാരേണ ബന്ധുക്കളുടെ സമ്മതം കൂടാതെ കന്യകയെ രാജാക്കന്മാർ തട്ടിക്കൊണ്ടുപോകുന്നതാണ് രാക്ഷസോദ്വാഹം. അപ്പൊ അങ്ങനെയുള്ള രാക്ഷസ വിവാഹത്തെ അസഹന്, സഹിക്കാത്തവനായിട്ട്, അക്ഷൗഹിണ്യാവൃത, വലിയൊരു സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട്, കൃഷ്ണം പൃഷ്ഠതഃ അന്വഗമത്. കൃഷ്ണന്റെ പൃഷ്ഠതഃ പുറകെ എന്നർത്ഥം. കൃഷ്ണന്റെ പുറകെ അനുഗമിച്ചു. കൃഷ്ണനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായിട്ട് രുക്മി ഭഗവാന്റെ പുറകെ പോവുകയാണ്. രുക്മീ തു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിറ്റ് അസഹൻ സ്വസുഹു പൃഷ്ഠതോ അന്വഗമത് കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലീ. ബലിയാണ് രുക്മി, ബലവാനാണ് എന്നർത്ഥം. ബലി എന്നാൽ ബലവാൻ, ശക്തൻ. അപ്പൊ ശക്തനായ രുക്മി കൃഷ്ണനെ യുദ്ധത്തിനായി കൊണ്ട് പിന്നാലെ അനുഗമിക്കുകയാണ്. രുക്മ്യമർഷി സുസംരബ്ധഃ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുഃ ദംശിതഃ സശരാസനഃ. രുക്മ്യമർഷി സുസംരബ്ധഃ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുഃ ദംശിതഃ സശരാസനഃ. രുക്മി അമർഷിയാണ്. അമർഷി എന്ന് പറഞ്ഞാൽ കോപം സഹിക്കാത്തവൻ. ഈ കൃഷ്ണന്റെ പ്രവൃത്തി സഹിക്കാത്തവനായിട്ട്, സുസംരബ്ധ, അത്യന്തം കോപിച്ചവനായിട്ട്, ക്രോധം ഉള്ളവനായിട്ട്, മഹാബാഹുഹു രുക്മി, ആ വലിയ കൈകളോടുകൂടിയ ശക്തനായിട്ട് ക്ഷത്രിയോത്തമനായിട്ടുള്ള ആ രുക്മി, ദംശിതം തന്റെ കവചങ്ങളൊക്കെ ധരിച്ചവനായിട്ട്, പടച്ചട്ടയെല്ലാം ധരിച്ചവനായിട്ട്, സശരാസനഃ, ശരാസനം വില്ല്, സശരാസനഃ സധനു,
വില്ലോടുകൂടിയവനായിട്ട്. ശരത്തെ അസിക്കുന്നത്, ശരത്തെ വിക്ഷേപിക്കുന്നത് ശരാസനം. നമ്മൾ അമ്പ ചെയ്യുന്നത് വില്ലിൽ നിന്നാണ്, അതുകൊണ്ടാണ് അതിന് ശരാസനം എന്ന് പേര്. അപ്പൊ വില്ലെടുത്ത് പിടിച്ചവനായി സർവഭൂഭുജാം ശൃണ്വതാം പ്രതിജജ്ഞേ. പ്രതിജജ്ഞേ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തു എന്നാണ്. പ്രതിജ്ഞ ചെയ്തു, സത്യം ചെയ്തു എന്നൊക്കെ അർത്ഥം. എപ്പോൾ? സർവഭൂഭുജാം ശൃണ്വത, മറ്റ് രാജാക്കന്മാരൊക്കെ കേൾക്കുമ്പോൾ, കേൾക്കത്തന്നെ എന്നർത്ഥം. അപ്പോ പല രാജാക്കന്മാരും ഇപ്പോഴും ബാക്കിയുണ്ട്. ശിശുപാലാദികൾ തോറ്റവരാണ്. ആദ്യമാദ്യം തോറ്റവർ ആദ്യമാദ്യം പിന്തിരിഞ്ഞോടി. ബാക്കിയുള്ള പല രാജാക്കന്മാരും, ഇനി ന്യൂട്രലായിട്ടുള്ള പല രാജാക്കന്മാരും ഉണ്ടാവും. അവരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും കേൾക്കെ, സർവഭൂഭുജാം ശൃണ്വതാം, എല്ലാവരും കേൾക്കെയാണ് രുക്മി പ്രതിജ്ഞ ചെയ്യുന്നത്, ഒരു പ്രഖ്യാപനം ചെയ്യുന്നത്. രുക്മ്യമർഷി സുസംരബ്ധഃ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുഃ ദംശിതഃ സശരാസനഃ. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമി സത്യമേതദ്ബ്രവീമി വഹ. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമി സത്യമേതദ്ബ്രവീമി വഹ. അഹത്വാ സമരേ കൃഷ്ണം, സമരേ കൃഷ്ണം അഹത്വ, യുദ്ധത്തിൽ കൃഷ്ണനെ കൊല്ലാതെ, അഹത്വ എന്ന് പറഞ്ഞാൽ കൊല്ലാതെ, ഹനിക്കാതെ, രുക്മിണിയും അപ്രത്യൂഹ്യ, രുക്മിണിയെ പ്രതിവഹിക്കാതെ, പ്രത്യൂഹ്യ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോവുക, പ്രതിവഹിക്കുക. അപ്രത്യൂഹ്യ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാതെ, എന്നാൽ ഇത് രണ്ടും സാധിച്ചില്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തില്. സമരേ കൃഷ്ണമഹത്വ രുക്മിണിയും അപ്രത്യൂഹ്യ കുണ്ഡിനം ന പ്രവേക്ഷ്യാമി, ഈ കുണ്ഡിനപുരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. അപ്പൊ കൃഷ്ണനെ കൊല്ലാതെ രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെ ഞാൻ ഒരിക്കലും കുണ്ഡിനത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് സത്യം വഹ ബ്രവീമി. ഏതത് സത്യം വഹ ബ്രവീമി, ഈ സത്യം ഞാൻ നിങ്ങൾക്ക് പറയുന്നു, നിങ്ങളോട് പറയുന്നു. എല്ലാ രാജാക്കന്മാരും കേൾക്കെയാണ് അദ്ദേഹം ഈ പ്രതിജ്ഞ ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കെയാണ് ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാതെ, കൃഷ്ണനെ കൊല്ലുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്, രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. ഇത് രണ്ടും സാധിക്കാതെ ഞാൻ മടങ്ങുന്ന പ്രശ്നം ഇല്ല. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമി സത്യമേതദ്ബ്രവീമി വഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്യുക്ത്വാ രഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വരഃ ചോദയാശ്വാൻ യത കൃഷ്ണഃ തസ്യ മേ സംയുഗം ഭവേത്. ഇത്യുക്ത്വാ രഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വരഃ ചോദയാശ്വാൻ യത കൃഷ്ണഃ തസ്യ മേ സംയുഗം ഭവേത്. ഇത്യുക്ത്വാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഥം ആരുഹ്യ രഥത്തിലേക്ക് കയറിയിട്ട് സാരഥിം പ്രാഹ സത്വരഃ ത്വരയോടുകൂടിയവനായിട്ട് ധൃതിയോടുകൂടിയവനായിട്ട് സാരഥിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ചോദയ അശ്വാൻ, അശ്വങ്ങളെ പ്രേരിപ്പിക്കൂ, കുതിരകളെ നടത്തൂ. എവിടേക്ക്? യതഃ കൃഷ്ണഃ, എവിടെയാണോ കൃഷ്ണനുള്ളത് ആ കൃഷ്ണന്റെ സമീപത്തേക്ക് രഥത്തെ നടത്തൂ. തസ്യ മേ സംയുഗം ഭവേത്, അവനോട് എനിക്ക് യുദ്ധം ഭവിക്കട്ടെ. അപ്പൊ എനിക്ക് കൃഷ്ണനോട് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് കൃഷ്ണൻ എവിടെയുണ്ടോ അവിടേക്ക് നീ രഥത്തെ നടത്തിയാലും എന്ന് ആ സാരഥിയെ ത്വരയോടുകൂടി പ്രേരിപ്പിച്ചു. വേഗം പോകൂ എന്നുള്ള മട്ടില് രഥത്തിൽ കയറി സാരഥിയോട് ആജ്ഞാപിച്ചു. ഇത്യുക്ത്വാ രഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വരഃ ചോദയാശ്വാൻ യത കൃഷ്ണഃ തസ്യ മേ സംയുഗം ഭവേത്. അദ്യാഹം നിശിതൈർബാണൈഃ ഗോപാലസ്യ സുദുർമദേഃ നേഷ്യേ വീരമദം യേന
സ്വസാമേ പ്രസഭം ഹൃതാ. അദ്യാഹം നിശിതൈർബാണൈഃ ഗോപാലസ്യ സുദുർമതേഃ നേഷ്യേ വീര്യമദം യേന സ്വസാമേ പ്രസഭം ഹൃതാ. അദ്യ അഹം സുദുർമതേഃ ഗോപാലസ്യ വീര്യമതം നിശിതൈഃ ബാണൈഃ നേഷ്യേ. എല്ലാവരും കേൾക്കെ പൊങ്ങച്ചം പറയുക. പൊങ്ങച്ചമല്ല, വീരന്മാര് പറയുന്നത് വീരവാദം എന്ന് പറയും. എല്ലാ വീരന്മാരുടെയും വാദങ്ങൾ ഫലിക്കാറില്ല എന്ന് മാത്രം. അപ്പൊ അത് പൊങ്ങച്ചമായി മാറും. അപ്പൊ സ്വയം ഗർവത്തോടുകൂടി പറയാണ്, അദ്യഹം ഇന്ന് ഇപ്പോൾ ഞാന് സുദുർമതേഹ ഗോപാലസ്യ വീര്യമതം നിശിതൈർ ബാണൈർ നേഷ്യ. സുദുർമതേഹേ ഗോപാലസ്യ, ആ ദുഷിച്ച ബുദ്ധിയോടുകൂടിയവനായ ഗോപാലന്റെ. അപ്പൊ കൃഷ്ണനെ ഗോപാലനായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ, വെറും ഇടയൻ, പശുക്കളെ മേയ്ക്കുന്നവൻ. അപ്പൊ പശുക്കളെ മേയ്ക്കുന്നവനായ, ഇത്രയും കാലം പശുക്കളെ മേച്ചു മാത്രം ശീലം ഉള്ള, യുദ്ധം ചെയ്ത് ശീലമില്ലാത്ത, ക്ഷത്രിയനല്ലാത്ത എന്നൊക്കെയുള്ള പുച്ഛത്തെ പ്രകടിപ്പിക്കുകയാണ്. ഈ യാദവന്മാരെ, പ്രത്യേകിച്ച് രാമകൃഷ്ണന്മാരെയൊക്കെ മറ്റു രാജാക്കന്മാർക്കൊക്കെ പുച്ഛമാണ്. കാരണം ഇവര് ക്ഷത്രിയ കുമാരന്മാരായിട്ടല്ല ഇതുവരെ വളർന്നതൊക്കെ. അവർ ഗോപാലന്മാരായിട്ട് പശുക്കളെ മേച്ച് ഇവിടെ എന്താ പറയുക, വൃന്ദാവനത്തിൽ ഗോകുലത്തിലൊക്കെ വളർന്നവരാണ്. അപ്പൊ അതുകൊണ്ട് പരിഹാസമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അദ്യാഹം നിശിതൈർ ബാണൈഹി ഗോപാലസ്യ സുദുർമതേഹി. സുദുർമതിയായ ഗോപാലന്റെ വീര്യമതം. വീര്യമതം, അവന് വീരനാണെന്നുള്ള അഹങ്കാരമുണ്ട്. അഹങ്കാരത്തെ നേഷ്യ, ഞാൻ നയിക്കും. നയിക്കുന്ന ഇല്ലാതെയാക്കുന്നർത്ഥം, അവനിൽ നിന്ന് അകറ്റും എന്നർത്ഥം. വീര്യമതം ഇല്ലാത്തവനാക്കും. എങ്ങനെ? നിശിതൈഹി ബാണൈഹി, എന്റെ നിശിതങ്ങളായ മൂർച്ചയേറിയ ബാണങ്ങളെ കൊണ്ട്. ഇതുവരയ്ക്ക് ഈ രാമകൃഷ്ണന്മാര് അല്ലെങ്കിൽ കൃഷ്ണനൊന്നും അമ്പും വില്ലൊന്നും കണ്ടിട്ടില്ല. നല്ല മൂർച്ചയുള്ള ബാണം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ മൂർച്ചയേറിയ ബാണങ്ങളെ കൊണ്ട് കൃഷ്ണന്റെ വീര്യമതത്തെ ഞാൻ ഇല്ലാതെയാക്കും, നശിപ്പിക്കും. നേഷ്യേ വീര്യമതം. ആ വീര്യമതം കൊണ്ടാണല്ലോ അവൻ എന്ത് ചെയ്ത്? ഏന സ്വസാമേ പ്രസവം ഹൃദാ. മേ സ്വസ, എന്റെ സഹോദരി, ഏന വീര്യമതേന, ഏതൊരു വീര്യമതത്താലാണോ മേ സ്വസ പ്രസവം ഹൃദാ, ബലാത്കാരേണ ഹരിച്ചു കൊണ്ടുപോയത്. അപ്പോ ആ ദുർബുദ്ധിയായ ഗോപാലന്റെ വീര്യമതത്തെ, അഹങ്കാരത്തെ ഞാൻ എന്റെ മൂർച്ചയേറിയ ബാണങ്ങളെ കൊണ്ട് ഇല്ലാതെയാക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അദ്യാഹം നിശിതൈർബാണൈഹി ഗോപാലസ്യ സുദുർമതേഃ നേഷ്യേ വീര്യമതം യേന സ്വസാമേ പ്രസവം ഹൃതാം. എന്തായാലും മറ്റു രാജാക്കന്മാർ, ജരാസന്ധനും ശിശുപാലനും എല്ലാം ഏതൊരു കൃഷ്ണന്റെ അടുത്ത് പരാജയപ്പെട്ടുവോ ആ കൃഷ്ണനെ ഇപ്പോഴും ഗോപാലൻ എന്ന് മാത്രം പറഞ്ഞ് നിന്ദിക്കുകയും താൻ ജരാസന്ധനേക്കാൾ ശിശുപാലനേക്കാൾ ശക്തനാണെന്ന് ഭാവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് വാസ്തവത്തിൽ വീര്യമതം. കൃഷ്ണന് മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അദ്ദേഹത്തിന് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ആ ഭഗവാൻ എന്താ പറയുക, ഭഗവാനെ കുറിച്ച് ഗോപാലനെന്നും ദുർമതി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറ്റർത്ഥങ്ങളും ഉണ്ട്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ജീവന്മാരെ മുഴുവൻ പരിപാലിക്കുന്നവൻ, പശുപതി തന്നെയാണ്, എല്ലാ ജീവന്മാരുടെയും പതി. ദുർമതി എന്ന് പറഞ്ഞാൽ ആരെയാണോ മതി കൊണ്ട് അളക്കാൻ കഴിയാത്തത്, യോഗികൾക്ക് പോലും അവരുടെ ബുദ്ധി കൊണ്ട് പിടികിട്ടാത്ത പൊരുളാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ദുർമതി എന്നുള്ള ഈ നാമങ്ങളൊക്കെ വാസ്തവത്തില് മറ്റർത്ഥങ്ങളുണ്ട്, ഭഗവാനുള്ള സ്തുതിയായിട്ടും മാറും. അപ്പൊ എന്തായാലും ഞാൻ എന്റെ വീര്യമതത്തെ ഭഗവാനിൽ കൊണ്ടുപോയി ഹോമിക്കാൻ പോവുകയാണ് എന്ന് ഈ ശ്ലോകത്തെ അന്വയിച്ചാൽ, മറ്റൊരു രീതിയിൽ അന്വയിച്ചാൽ മനസ്സിലാവും.
എൻ്റെ വീര്യമതത്തെ ഞാൻ കൊണ്ടുപോയി ഭഗവാന് കൊടുത്തിട്ട് വരാം. വീര്യമതം നേഷ്യേ. ഏതൊരു ഗോപാലനാൽ എൻ്റെ സഹോദരി അപഹരിച്ചുവോ ആ ഗോപാലന്റെ അടുത്ത് ചെന്ന്, ജീവനായകനായ പശുപതിയായ ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ വീര്യമതത്തെ കൊടുത്തിട്ട് വരാം എന്നുകൂടി അർത്ഥമാകുന്നു അറിയാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വികത്തമാനഃ കുമതിഃ ഈശ്വരസ്യ പ്രമാണവിത് രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യദാഹ്വയത്. വികത്തമാനഃ കുമതിഃ ഈശ്വരസ്യ പ്രമാണവിത് രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യദാഹ്വയത്. ഈശ്വരസ്യ അപ്രമാണവിത്ത്, ഈശ്വരന്റെ അളവ്, ഈശ്വരന്റെ മാഹാത്മ്യം, ശക്തി എന്താണെന്ന് അറിയാത്തവൻ, പ്രമാണവിത്തല്ല, ഈശ്വര തത്വം അറിയാത്തവനായിട്ടുള്ള ഈ കുമതി, കുൽസിത ബുദ്ധിയായ രുഗ്മി, വികത്തമാനഃ, ഇങ്ങനെ വികഥനം ചെയ്യുന്നവനായിട്ട്, പുലമ്പുന്നവനായിട്ട്, അഹങ്കാരം മതം കൊണ്ട് ഓരോന്ന് പുലമ്പുന്നവനായിട്ട്, കോപാധിക്യം കൊണ്ട് പുലമ്പുന്നവനായിട്ട് എന്ത് ചെയ്തു? രഥേന ഏകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠ ഇതി അത് ആഹ്വയത്. അപ്പോ ഏകേന രഥേന, വേറെ ആരും കൂടെ ഇല്ല, ഒറ്റയ്ക്കാ പോകുന്നതെന്ന് അർത്ഥമാണ്. ഒരു തേരോടുകൂടി തിഷ്ഠതിഷ്ഠ ഇതി ആഹ്വയത്, നിൽക്കവിടെ നിൽക്കവിടെ എന്ന് പിന്നാലെ ചെന്ന് ഭഗവാനോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ഗോവിന്ദം ആഹ്വയത്, ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പിന്തുടർന്നു, അനുഗമിച്ചു എന്നർത്ഥം. അപ്പൊ പിന്നിൽ നിന്ന് ഭഗവാനെ നിൽക്കവിടെ നിൽക്കവിടെ, കട്ടിട്ട് പോണ്ട കള്ള എന്ന മട്ടില് ഭഗവാനെ വിളിച്ചിട്ട് പുറകെ ചെന്നു. ധനുർവികൃഷ്യ സുദൃഢം ജഗ്നേ കൃഷ്ണം ത്രിഭിശരൈഃ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. ധനുർവികൃഷ്യ സുദൃഢം ജഗ്നം കൃഷ്ണം ത്രിഭിശരൈഃ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. ധനുഹു സുദൃഢം വികൃഷ്യ, വില്ലിനെ നല്ലപോലെ ആഞ്ഞു വലിച്ചിട്ട്, ആഞ്ഞു കുലച്ചിട്ട്, അതാണ് സുദൃഢം വികൃഷ്യ. ത്രിഭിഹി ശരൈഹി കൃഷ്ണം ജഗ്നേ, 3 ശരങ്ങളെ കൊണ്ട് കൃഷ്ണനെ ഹനിച്ചു, കൃഷ്ണനെ പ്രഹരിച്ചു എന്നർത്ഥം. അപ്പൊ കൃഷ്ണന്റെ നേർക്ക് 3 ശരങ്ങൾ തൊടുത്തു. എന്നിട്ട് ആഹച പറയുകയും ചെയ്തു. എന്താ പറഞ്ഞ്? യദൂനാം കുലപാംസന ക്ഷണമത്ര തിഷ്ഠ. യാദവന്മാരുടെ കുലത്തെ നശിപ്പിക്കാനായി, ദുഷിപ്പിക്കാനായി വന്നിരിക്കുന്നവനെ, കുലദ്രോഹി എന്നൊക്കെ അർത്ഥത്തില് കൃഷ്ണനെ വിളിക്കണം. യാദവന്മാരുടെ കുലദ്രോഹിയായിട്ടുള്ള ഗോപാല, ക്ഷണം അത്ര തിഷ്ഠ, കുറച്ചു നേരം നീ അവിടെ നിൽക്ക, എന്നോട് യുദ്ധം ചെയ്യുക എന്നർത്ഥം. നീ എന്താ ഭീരുവിനെ പോലെ പേടിച്ചോടണ, അവിടെ നിൽക്കവിടെ എന്ന് ഭഗവാനെ വെല്ലുവിളിക്കുകയാണ്. പിന്നാലെ ചെന്നിട്ട് അസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ട് ധനുർവികൃഷ്യ സുദൃഢം ജഗ്നേ കൃഷ്ണം ത്രിഭിശരൈഃ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ദ്വാംസവദ്ഭവിഃ ഹരിഷ്യേദ്യമദം മന്ദ മായിന കൂടയോഗിനഃ കൂടയോധിനഃ. കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ദ്വാംസവദ്ഭവിഃ ഹരിഷ്യേദ്യമദം മന്ദ മായിനഃ കൂടയോധിനഃ. ഹേ മന്ദ എന്നാ വിളിക്കണം. അല്ലയോ മന്ദബുദ്ധി, വിവരം കെട്ടവനെ, നീ സാഹസമാണ് ചെയ്യുന്നത്, എന്നോടാ കളിക്കുന്നത് എന്നുള്ള അർത്ഥത്തില് നിന്റെ മരണം അടുത്തിരിക്കണു എന്ന് സൂചിപ്പിക്കാൻ മന്ദ എന്ന്. അപ്പൊ മേ സ്വസാരം മുഷിത്വ, എന്റെ സഹോദരിയെ മോഷ്ടിച്ചുകൊണ്ട്, മുഷിത്വ എന്ന് പറഞ്ഞാൽ അപഹരിച്ചുകൊണ്ട്, മോഷ്ടിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ എന്റെ സ്വസാവിനെ, എന്റെ സഹോദരിയെ മോഷ്ടിച്ചുകൊണ്ട്, ഏതുപോലെ? ദ്വാംക്ഷവത് ഹവിഹി എന്ന് പറഞ്ഞു. ഹവിഹി ദ്വാംക്ഷവത്. ദ്വാംക്ഷം എന്ന് പറഞ്ഞാല് കാക്ക. അപ്പൊ കാക്ക എങ്ങനെയാണോ ഈശ്വരനും മറ്റുമൊക്കെ പൂജിക്കാൻ വെച്ചിരിക്കുന്ന നിവേദ്യങ്ങളെ, ഹവിസിനെ അപഹരിച്ചുകൊണ്ട് പോവുക. നമ്മൾ വല്ല ഹോമത്തിനോ പൂജയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ പൂജ,
ദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഒരു കാക്ക വന്നിട്ട് ഈ പൂജയ്ക്ക് വെച്ച സാധനത്തെ കൊണ്ടുപോവുക. അപ്പൊ അതുപോലെ കൊണ്ടുപോവുകയാണ് കൃഷ്ണൻ എന്നാ പറയണം. എന്ന് വെച്ചാൽ മറ്റ് ശിശുപാലനാണ് ഇവിടെ പൂജിക്കപ്പെടേണ്ടവൻ, അല്ലേ? പൂജിക്കപ്പെടേണ്ടവനായ ശിശുപാലന് കൊടുക്കാനുള്ള ഹവിസ്സാണ് രുക്മിണി. കൃഷ്ണനോ കാക്ക. കൃഷ്ണനെ കാക്കയോട് ഉപമിച്ചിരിക്കുകയാണ്. കാക്ക വന്ന് അപഹരിച്ചു കൊണ്ടുപോകും പോലെ, പൂജയ്ക്ക് വെച്ചതായിട്ടുള്ള ഹവിസിനെ അപഹരിച്ചു കൊണ്ടുപോകും പോലെ നീ കട്ടുകൊണ്ടുപോവുകയാണ് എന്നർത്ഥം. ഇപ്പൊ ഭഗവാന്റെ നിറം കറുപ്പാണ്, കാക്കയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോ എന്താ പറയുക, കറുപ്പ് ഭഗവാന്റെ നിറമാണ്. കറുപ്പിനെ നമ്മൾ നിന്ദിക്കാതിരിക്കുക. നമ്മുടെ ഇടയിലൊക്കെ കറുത്തവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ കൃഷ്ണനായി കാണാൻ സാധിക്കട്ടെ. നമുക്കൊക്കെ കറുപ്പിനോട് നിന്ദ ഉണ്ടാവാതിരിക്കട്ടെ. അതൊക്കെ ഈ വെള്ളക്കാര് വന്ന് ഉണ്ടാക്കിയതാണ്, കറുപ്പിനോട് അറപ്പ്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ കൃഷ്ണനും രാമനും ഒക്കെ കറുപ്പാണ്. അതാണ് സൗന്ദര്യം. അപ്പോൾ ഭാരതീയ സൗന്ദര്യ ശാസ്ത്രം കറുപ്പിന് കൂടുതൽ മാഹാത്മ്യം കൽപ്പിച്ചിട്ടുണ്ട്. വെളുപ്പിനേക്കാൾ കറുപ്പാണ് സൗന്ദര്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സംസ്കാരത്തിൽ ആ കറുപ്പ് ബഹുമാനിക്കത്തക്കതായി തീരട്ടെ എന്ന് പറയാം. നമ്മുടെ പൂർവീകരൊക്കെ പലപ്പോഴും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, കറുപ്പിനെ നിന്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക ദുരന്തങ്ങളാണ് സംസ്കാരത്തിലും സമൂഹത്തിലും ഉണ്ടായി വന്നത്. അതുകൊണ്ട് കറുപ്പിനെ നിന്ദിക്കാതെ നമുക്ക് കൃഷ്ണനായി കാണാം. വ്യാസൻ കറുപ്പാണ്. മഹാത്മാക്കൾ ഒരുപാട് പേര് കറുപ്പുണ്ട്. രുക്മിണിയെ പോലും ശ്യാമ എന്നാണ് പറഞ്ഞത്. അപ്പോ എന്താ പറഞ്ഞത്? കുത്രയാസി സ്വസാരമ്മേ മുഷിത്വാ ദ്വാംശവധവിഹി. നീ എവിടേക്കാ പോണെന്ന? കുത്രയാസി എവിടേക്ക് പോണു? എന്റെ സ്വസാരത്തെ അപഹരിച്ചുകൊണ്ട് കാക്ക വന്ന് പൂജയ്ക്ക് വെച്ച ഹവിസിനെ കൊത്തിയെടുത്തു പോകും പോലെ എന്നാ. അതുകൊണ്ട് ഹരിഷ്യേ അദ്യ മതം മന്ദ മായിനഹ കൂടയോധിനഹ. മായിയായ, കള്ളനായ, കപടനായ, അല്ലേ, കൂടയോഗിനഹ, കപടമായി യുദ്ധം ചെയ്യുന്ന. കൂടമെന്നാൽ പലതരത്തിലുള്ള മായയോട്, ഗൂഢതയോട് യുദ്ധം ചെയ്യുന്നവൻ, മര്യാദയ്ക്ക് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ പരിഹസിക്കുകയാണ്. കൂടയോധിനഹ മായിനഹ തേ മതം അദ്യ ഹരിഷ്യേ. നിന്റെ അഹങ്കാരത്തെ, നിന്റെ ഗർവത്തെ ഞാൻ ഇപ്പോൾ തന്നെ ഹരിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. നിൽക്കവിടെ എന്ന് പറയാണ്. കുത്രയാസി, എവിടേക്കാ പോണ? അവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഗർജിക്കുകയാണ്, ഭഗവാനെ ആക്ഷേപിക്കുകയാണ്. കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ധ്വാംശവധവിഹി ഹരിഷ്യേദ്യമദം മന്ദ മായിന കൂടയോധിനഃ. യാവന്ന മേ ഹതോ ബാണൈഃ ശയീധാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ ധനുശ്ചിത്വാ ഷഡ്ഭിർവിവ്യാധരുഗ്മിണം. യാവന്ന മേ ഹതോ ബാണൈഃ ശയീധാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ ധനുശ്ചിത്വാ ഷഡ്ഭിർവിവ്യാധരുഗ്മിണം. മേ ബാണൈഃ ഹതഃ യാവത് ന ശയീദ. മേ ബാണൈഃ ഹതഃ, എന്റെ ബാണങ്ങളാൽ കൊല്ലപ്പെട്ടവനായിട്ട്, യാവത് ന ശയീദ, നീ അപ്പോൾ നീ ശയിക്കുന്നതിന് മുമ്പേ എന്നർത്ഥം. യാവത് ന ശയീദ. ന ശയീദ എന്ന് പറഞ്ഞാൽ വീഴാതിരിക്കുക, ശയിക്കാതിരിക്കുക, യുദ്ധരംഗത്ത് വീണ് കിടക്കാതിരിക്കുക. അതുവരേക്ക് അതിനു മുമ്പേ ദാരികാം മുഞ്ച, മര്യാദയ്ക്ക് ആ ബാലികയെ വിട്ടോളൂ, കന്യകയെ വിടൂ. ദാരിക എന്ന് പറഞ്ഞാൽ ബാലിക, കന്യക എന്നൊക്കെ അർത്ഥം. എന്റെ അനുജത്തിയായ കന്യകയെ മുഞ്ച, മര്യാദയ്ക്ക് വിട്ടോളൂ. അവളെ വിട്ടാൽ നിനക്ക് മരിക്കാതിരിക്കാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. എന്റെ ബാണങ്ങളെ കൊണ്ട് നീ കൊല്ലപ്പെട്ട് ഇവിടെ കിടക്കും. അപ്പൊ അതിനു മുമ്പ് മോചിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്
മേ ബാണൈ ഹതഃ യാവത് ന ശയീദാഃ തവത് ദാരികാം മുഞ്ച. അതിനു മുമ്പേ ദാരികയെ മോചിപ്പിച്ചാലും. ഇത് കേട്ടപ്പോ കൃഷ്ണ സ്മയൻ ധനും ചിത്വാ ഷഡ്ഭിഃ രുക്മിണം വിദ്യാധ. ഇത് കേട്ട കൃഷ്ണൻ സ്മയൻ പുഞ്ചിരിച്ചുകൊണ്ട് ധനുഹു ചിത്വ ഇവന്റെ കയ്യിലെ വില്ലിനെ ഛേദിച്ചു, രുക്മിയുടെ കയ്യിലെ വില്ലിനെ ഛേദിച്ചു. എന്നിട്ട് ഷഡ്ഭിഃ രുക്മിണം വിദ്യാധ 6 അസ്ത്രങ്ങളെ കൊണ്ട് രുക്മിയെ വേദിച്ചു. രുക്മിയുടെ ശരീരത്തിൽ പല അവയവങ്ങളിലും 6 അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിച്ചു എന്നർത്ഥം. പേടിപ്പിക്കാനായിട്ട് ആദ്യം 6 അസ്ത്രം. അത് കഴിഞ്ഞോ അല്ലേ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനിൽ മിസൈൽ വിട്ട പോലെയായി. അഷ്ടഭിശ്ചതുരോ വാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭിഃ സചാന്യധനുരാധായ കൃഷ്ണം വിവ്യാധ പഞ്ചഭിഃ. അഷ്ടഭിശ്ചതുരോ വാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭിഃ സചാന്യധനുരാധായ കൃഷ്ണം വിവ്യാധ പഞ്ചഭിഃ. അഷ്ടഭിഃ ചതുരഃ വാഹാൻ 8 അസ്ത്രങ്ങളെ കൊണ്ട് 4 കുതിരകളെ, രുക്മിയുടെ 4 കുതിരകളുണ്ട്, ആ കുതിരകളെ പ്രയോഗിച്ചു. അപ്പോൾ ഓരോ കുതിരയ്ക്കും ഈ 2 അസ്ത്രം വീതം. ദ്വാഭ്യാം സൂതം 2 അസ്ത്രങ്ങളെ കൊണ്ട് സാരഥിക്കും കൊടുത്തു. ത്രിഭിഃ ധ്വജം വിവ്യാധ 3 അസ്ത്രങ്ങളെ കൊണ്ട് രുക്മിയുടെ കൊടിമരത്തെ, രഥത്തിലുള്ള കൊടിമരത്തെ മുറിച്ചു. വിവ്യാധ വേദിച്ചു. സച അന്യധനുഹു ആദായ പഞ്ചഭിഃ കൃഷ്ണം വിവ്യാധ. എന്നാൽ അവനും മോശക്കാരനല്ല. സച അവനാകട്ടെ അന്യധനുഹു ആദായ മറ്റൊരു ധനുസ്സിനെ സ്വീകരിച്ച്. അപ്പൊ രഥത്തില് എന്താ പറയുക, ഇഷ്ടം പോലെ വില്ലും ആയുധങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് മറ്റൊരു വില്ലെടുത്തുകൊണ്ട് അന്യധനുരാദായ പഞ്ചഭിഃ കൃഷ്ണം വിവ്യാധ 5 അസ്ത്രങ്ങളെ കൊണ്ട് കൃഷ്ണനെ വേദിച്ചു, കൃഷ്ണനെ മുറിവേൽപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഭഗവാന്റെ നേർക്ക് 5 അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. തൈസ്താഡിതരൗഘൈസ്തു ചിച്ഛേദനുരച്യുതഃ പുനരന്യതുപാദത്ത തദപ്യച്ഛിനദവ്യയഃ. തൈസ്താഡിതരൗഘൈസ്തു ചിച്ഛേദനുരച്യുതഃ പുനരന്യതുപാദത്ത തദപ്യച്ഛിനദവ്യയഃ. തൈഹി ശരൗഗൈഹി താഡിതഃ അച്യുതഃ. ആ ബാണങ്ങളെ കൊണ്ട് താടിക്കപ്പെട്ടവനായ അച്യുതൻ ശ്രീകൃഷ്ണൻ ധനുഹു ചിച്ഛേദ രുക്മിയുടെ ധനുസ് പിന്നെയും മുറിച്ചു. രണ്ടാമതെടുത്ത വില്ലിനെയും ഭഗവാൻ മുറിച്ചു. അവനോ പുനഃ അന്യതുപാദത്ത വീണ്ടും വേറൊരു ധനുസിനെ അവൻ സ്വീകരിച്ചു. അപ്പൊ 3ാമത്തെ ധനുസ് എടുത്തു രുക്മി. തദപി അവ്യയഃ അച്ഛിനത് ആ വില്ലിനെയും അവ്യയനായ ഭഗവാൻ, നാശരഹിതനായ ഭഗവാൻ കൃഷ്ണൻ അച്ഛിനത് അതിനെയും ഛേദിച്ചു. അപ്പൊ ഇങ്ങനെ രുക്മിയുടെ 3 വില്ലുകൾ ഭഗവാൻ ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ആയുധം മാറ്റി. പരിഗം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരൗ യദ്യദായുധമാദത്ത തൽസർവം സോച്ഛിനദ്ധരിഃ. പരിഗം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരൗ യദ്യദായുധമാദത്ത തൽസർവം സോച്ഛിനദ്ധരിഃ. പരിഗം, പരിഗം എന്ന് പറഞ്ഞാൽ ഒലയ്ക്ക, അറിയാം, ഒലയ്ക്ക പോലെയുള്ള ആയുധമാണ് പരിഗം. അപ്പൊ അങ്ങനെയുള്ള പരിഗവും പട്ടിശം, പട്ടിശം എന്ന് പറയുന്നതായിട്ടുള്ള വലിയ എന്താ പറയുക ഉറുമി പോലെയുള്ളതായിട്ടുള്ള നീണ്ട ആയുധങ്ങളാണ്. ശൂലം 3 കവറകളുള്ളതായിട്ടുള്ള ത്രിശൂലം. ചർമ്മ അസി, ചർമ്മ അസി 2 കൂടി ചേർത്ത് ചർമാസി വിവചനം. ചർമ്മ എന്നാൽ പരിചയും, അസി എന്നാൽ വാളും. അപ്പൊ വാളും പരിചയും. ശക്തി തോമരൗ 2 കാര്യങ്ങളെടുത്തു. ശക്തി വേലാണ്, തോമരം, തോമരം എന്ന പേരായിട്ടുള്ള ആയുധം. അപ്പൊ ശക്തി തോമരൗ എന്ന് 2 ചേർത്ത് പറഞ്ഞു. അതുപോലെ യദ്യദായുധമാദത്ത ഏതേത് ആയുധങ്ങളെ രുക്മി എടുത്തുവോ സ്വീകരിച്ചുവോ തൽ സർവം സഹ ഹരിഹി അച്ഛിനത് ആ ആയുധങ്ങളെ മുഴുവൻ ആ ഹരി, ഹരിയാണവൻ, എല്ലാം ഹരിക്കുന്നവനാണ്. അവന് മുമ്പിൽ ഇതെല്ലാം എന്ത്, അതുകൊണ്ട് എല്ലാം അച്ഛിനത് എല്ലാറ്റിനെയും ഛേദിച്ചു കളഞ്ഞു എന്നത്. അപ്പൊ ഏതേത് ആയുധങ്ങൾ മാറി മാറി
രുക്മി ഭഗവാന്റെ നേരെ രഥത്തിൽ നിന്ന് എടുത്ത് പ്രയോഗിച്ചുവോ അതിനെയെല്ലാം ഭഗവാൻ തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു കളഞ്ഞു, ഛേദിച്ചു കളഞ്ഞു. അച്ചിനത് ഹരിഹി തതോ രഥാദവപ്ലുത്യ ഗഡ്ഗപാണിർ ജിഗാംസയാ കൃഷ്ണമഭ്യദ്രവത് ക്രുദ്ധഃ പതംഗൈവ പാവകം. തതോ രഥാദവപ്ലുത്യ ഗഡ്ഗപാണിർ ജിഗാംസയാ കൃഷ്ണമഭ്യദ്രവത് ക്രുദ്ധഃ പതംഗൈവ പാവകം. തതഃ രഥാത് അവപ്ലുത്യ. അപ്പോ രഥത്തിലിരുന്നുള്ള യുദ്ധം ഇതെല്ലാം എടുത്തെടുത്ത് എറിഞ്ഞ് മതിയായി രുക്മിക്ക്. ഇതൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാ പിന്നെ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് വാള് കൊണ്ട് വെട്ടാം എന്ന് വിചാരിച്ച് രഥാത് അവപ്ലുത്യ, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഗഡ്ഗപാണിഹി, വാള് കയ്യിൽ പിടിച്ചവനായിട്ട് വാളുമേന്തി ജിഗാംസയാ ക്രുദ്ധഃ, ജിഗാംസ ഹന്തുമിച്ച, കൊല്ലാനുള്ള ആഗ്രഹത്തോടുകൂടെ, കൃഷ്ണനെ കൊല്ലാനുള്ള ഇച്ഛയോടുകൂടെ, ക്രുദ്ധഃ ക്രോധിച്ചവനായിട്ട്, പതംഗഃ പാവകം ഇവ കൃഷ്ണം അഭ്യദ്രവത്, കൃഷ്ണം അഭ്യദ്രവത്, കൃഷ്ണന്റെ നേരെ അഭിദ്രവിച്ചു, പാഞ്ഞു ചെന്നു. വീരനാണ് രുക്മി, ഭീരുവൊന്നുമല്ല. അത്രയൊക്കെ ആയുധങ്ങളെ ഭഗവാൻ നശിപ്പിച്ചിട്ടും ഭഗവാൻ അവസരം കൊടുക്കുകയാണ്. വേണമെങ്കിൽ പേടിച്ചിട്ട് തിരിച്ചു പൊക്കോളൂ, അല്ലേ? തന്റെ ഭാര്യയായിട്ടുള്ളവളുടെ സഹോദരനാണ്, അപ്പൊ വെറുതെ കൊല്ലണ്ട, വിവാഹ സമയം, ബന്ധുക്കളെ ഉപദ്രവിക്കണ്ട എന്നൊക്കെ ഭഗവാന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവനുണ്ടോ? വിടുന്നു, അട്ടയെ പോലെ പുറകെ തന്നെ കൂടുന്നു. ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചതും ഭഗവാൻ എല്ലാം നശിപ്പിച്ചു. അവസാനം തേരിൽ നിന്ന് ചാടിയിറങ്ങി വാളുമായിട്ട് ഭഗവാനെ കൊല്ലാൻ വരുന്നു. ഏതുപോലെ? പതംഗഃ പാവകം ഇവ. പതംഗം എന്ന് പറഞ്ഞാൽ ഒരു പാറ്റ, ഈയാം പാറ്റ. പാവകം ഇവ, അഗ്നിയുടെ നേരെ പായും പോലെ. ഈയാം പാറ്റ അഗ്നിയുടെ നേരെ പാഞ്ഞാൽ ബാക്കി ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അതിൽ വീണ്, അല്ലേ, അതിന്റെ ചിറക് കരിഞ്ഞ് അതിൽ വീഴും, ദഹിച്ചു പോകും. അപ്പൊ ഈയാം പാറ്റ അഗ്നിയിലേക്ക് പായും പോലെയാണ് ഭഗവാന്റെ നേർക്ക് ഈ രുക്മി പാഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ അവന്റെ അവസാനം അടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്, ആ രീതിയിലാണ് അവൻ വരുന്നത്. അവിവേകി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ വീരനാണ്, അല്ലെ? ഈ അവിവേകികൾക്ക് കുറച്ച് അഡ്വഞ്ചറൊക്കെ കൂടും. തസ്യ ചാപതതഗ്ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭിഃ ചിത്വാസിം ആദതേ തിഗ്മം രുക്മിണം ഹന്തുമുദ്യതഃ. തസ്യ ചാപതതഗ്ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭിഃ ചിത്വാസിമാദതേ തിഗ്മം രുക്മിണം ഹന്തുമുദ്യതഃ. ആപതതഃ തസ്യ ഖഡ്ഗം ചർമ്മ ച ഈഷുഭിഃ തിലശഃ ചിത്വാ. ആപതതഃ തന്റെ നേരെ ആപതിക്കുക, പാഞ്ഞു വരിക, ചാടി വീഴുക എന്നൊക്കെ അർത്ഥം. തസ്യ ആ രുക്മിണേഹേ, രുക്മിയുടെ, രുക്മേഹേ ഖഡ്ഗ വാളിനെയും ചർമ്മഃ ച ചർമ്മവും അഥവാ പരിചയും, വാളും പരിചയുണ്ട്, രണ്ടിനെയും ഇഷുഭിഹി തിലശഃ ചിത്വ. ഭഗവാൻ തന്റെ ഇഷുക്കളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് തിലശഃ, തിലശഃ എന്ന് പറഞ്ഞാലോ തിലം, എള്ളിന്റെ മണിയാണ്, ഏറ്റവും ചെറിയ മണി. അപ്പോ കടുകുമണി പോലെ അല്ലെങ്കിൽ എള്ളിൻ മണി പോലെ, തിലശഃ ചിച്ചേത, എൺമണി പോലെ പ്രായമാക്കി പൊടിച്ചു കളഞ്ഞു എന്നർത്ഥം. അപ്പൊ വാളും പരിചയൊക്കെ തവിട് പൊടി എന്ന് പറയില്ല, ഇവിടെ എൺമണി പോലെ പൊടിയായി എന്നർത്ഥം. ചിത്വാ രുക്മിണം ഹന്തുമുദ്യതഃ തിഗ്മം അസിമാദതേ. രുക്മിണം ഹന്തുമുദ്യതഃ, രുക്മിയെ കൊല്ലാൻ ഉദ്യമിക്കുന്നവനായ ഭഗവാൻ തിഗ്മം അസിം ആദതേ, തിഗ്മം തീക്ഷ്ണമായ, മൂർച്ഛയേറിയ, ബലമേറിയ, അസിമാദതേ വാളിനെ എടുത്തു. അപ്പോ ഭഗവാൻ വാളെടുത്തു രുക്മിയെ പിടിക്കാനായിട്ട്, കൊല്ലാനായി കൊണ്ടൊരുമ്പെട്ടുകൊണ്ട്. തസ്യ ചാപതതഗ്ഖഡ്ഗം തിലശഃ ചർമ്മചേഷുഭിഃ ചിത്വാസിം ആദതേ തിഗ്മം രുക്മിണം ഹന്തുമുദ്യതഃ. ദൃഷ്ട്വാ ഭ്രാതൃവദോദ്യോഗം രുക്മിണീ ഭയവിഹ്വലാ പതിത്വാ പാദയോർഭർത്തുഃ ഉവാച കരുണം സതീ. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വലാ പതിത്വാ പാദയോർഭർത്തുഃ ഉവാച കരുണം സതീ. ഭ്രാതൃവധോദ്യോഗം ദൃഷ്ട്വാ,
തന്റെ ഭ്രാതാവിന്റെ സഹോദരന്റെ വധത്തിനുള്ള ഉദ്യമത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് ആര്? രുക്മിണി. ഇപ്പൊ രുക്മിണി ദേവി തന്റെ സഹോദരനായ രുക്മിയെ ഭഗവാൻ വധിക്കാൻ പോകുന്നു എന്ന് കണ്ടിട്ട് ഭയവിഹ്വല, ഭയപ്പെട്ട് വിറക്കുകയാണ്. തന്റെ കൂടെ പിറന്ന സഹോദരനാണ് അല്ലേ, സഹിക്കോ? എന്തൊക്കെ തന്നെ ദുഷ്ടത്തരം ചെയ്താലും ആ സഹോദര ബന്ധം എന്നുള്ളത് തീവ്രമായിട്ടുള്ള ബന്ധമാണ്, ആഴമേറിയ ബന്ധമാണ്. അപ്പൊ സഹോദരന്റെ മരണം തന്റെ മുമ്പിൽ താൻ കാരണമായിട്ട്, അതും തന്റെ ഭർത്താവിന്റെ കൈകൊണ്ട്, അത് അരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് വിറയ്ക്കുകയാണ്. ഭയവിഹ്വല. എന്നിട്ടോ ഭർത്തുഹു പാദയോഹോ പതിത്വ, തന്റെ ഭർത്താവായ തന്റെ രക്ഷകനായ ഭഗവാന്റെ പാദത്തിൽ പതിച്ച് പാദങ്ങളിൽ വീണ് കെട്ടിപ്പിടിച്ച് ഉവാച കരുണം സതീ. സതീ നല്ല ഗുണങ്ങളുള്ളവളായിട്ടുള്ള ആ ദേവി, സദ്ഗുണ സമ്പന്നയായ ദേവി കരുണം ഉവാച. കരുണം എന്ന് പറഞ്ഞാൽ ദീനമായി പറഞ്ഞു, കാരുണ്യം തോന്നും വിധം. ദേവിയുടെ കരച്ചിൽ, ദേവിയുടെ പറച്ചിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ, ആ ദൈന്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കും കാരുണ്യം തോന്നും. ആ രീതിയിൽ ദേവി ഭഗവാന്റെ കാല് പിടിച്ചുകൊണ്ട് സഹോദരന്റെ ജീവനെ വിടാനായിക്കൊണ്ട്, എന്താ പറയുക, വധിക്കാതിരിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുഃ ഉവാച കരുണം സതീ. യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവാ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവാ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. ആ ദേവി ഭഗവാനെ സംബോധന ചെയ്യുന്ന പദങ്ങൾ യോഗേശ്വര, എല്ലാ യോഗങ്ങൾക്കും ഫലം നൽകുന്ന ഈശ്വരനായിരിക്കുന്നവനെ, അപ്രമേയാത്മൻ, അങ്ങയുടെ സ്വരൂപത്തെ എന്താ പറയുക, പ്രമാണ വിഷയമാക്കാൻ പറ്റില്ല, അത് പ്രമേയമാവുന്നതല്ല, അറിവിന് വിഷയമല്ല എന്നർത്ഥം. ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു ഉപാധി കൊണ്ടും അളക്കാൻ പറ്റുന്നതല്ല ഭഗവാന്റെ മഹിമ. അപ്പൊ അങ്ങനെയുള്ള മഹിമയേറിയവനെ, അപ്രമേയാത്മൻ, ദേവദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ, ജഗത്പദേ, ലോകത്തിന്റെ പതിയായിരിക്കുന്നവനെ, രക്ഷകനായിരിക്കുന്നവനെ, കല്യാണ, മംഗളസ്വരൂപ, മഹാഭുജ, ദീർഘമായ ശക്തമായ കൈകളോടുകൂടിയ പരിപാലന ശക്തിയുള്ളവനെ, മഹാഭുജ. ഇങ്ങനെ ഭഗവാനെ അനേക സംബോധനകൾ, യോഗേശ്വര, അപ്രമേയാത്മൻ, ദേവദേവ, ജഗൽപദേ, കല്യാണ, മഹാഭുജ, 6 സംബോധനകൾ. എന്നിട്ട് എന്താ പറയണ? മേ ഭ്രാതരം ഹന്തും നാർഹസി, എന്റെ സഹോദരനെ കൊല്ലാൻ പാടില്ല. മേ ഭ്രാതരം ഹന്തും നാർഹസി, എന്റെ സഹോദരനെ കൊല്ലാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പ്രാണൻ വിട്ടുകളയണം, അദ്ദേഹത്തെ കൊന്നുകളയാൻ പാടില്ല എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് കെഞ്ചുകയാണ് ദേവി എന്ന് പറയാം അല്ലേ. അപ്പൊ അങ്ങേക്ക് യോഗ്യമല്ല, അങ്ങേക്ക് അയാളെ കൊല്ലാതെ തന്നെ ശിക്ഷിച്ചൂടെ? അങ്ങ് യോഗേശ്വരനും അപ്രമേയാത്മാവുമല്ലേ, ജഗത്പതിയല്ലേ. കൊല്ലുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കൈയല്ലേ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലേ. അതല്ലാതെ വേറെയും ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടുകൂടെ? അദ്ദേഹത്തെ പേടിയുണ്ടോ അങ്ങേക്ക്? അല്ലേ, പേടിയുള്ളവരെയാണ് നമ്മൾ തീർത്ത് കളയേണ്ടത്. ഇനിയും അവനെ വിട്ടുകഴിഞ്ഞാൽ അവൻ തിരിച്ച് കൂടുതൽ ശക്തനായിട്ട് വരും. പലരും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെ യുദ്ധം നിർത്തി, വിശ്വസിക്കാനൊന്നും പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, ആയുധങ്ങളൊക്കെ സംഭരിച്ച് അതിനെ സഹായിക്കാൻ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരും. കാരണം അവർക്ക് അസൂയ മൂക്കും. മാത്രമല്ല അതെല്ലാം അവരുടെ കച്ചവടങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി കച്ചവടം നടക്കണമെങ്കിൽ അവരുടെ ആയുധ കച്ചവടങ്ങൾ അല്ലേ, ചൈനയുടെയും US-ൻ്റെയൊക്കെ ആയുധങ്ങൾ പരാജയപ്പെടുന്നത് ലോകം കണ്ടു. ഇന്ത്യയുടെ ആയുധങ്ങളുടെ മുമ്പിൽ ഇന്ത്യയും റഷ്യയും ഇസ്രയേലും കൂടിയിട്ടുള്ള ആയുധങ്ങളാണ് ഇന്ത്യ പ്രയോഗിച്ചത്. അപ്പോൾ ഈ ആയുധങ്ങൾക്കൊക്കെ ലോക മാർക്കറ്റിൽ വില കൂടി, ഡിമാൻഡ് കൂടി.
മറ്റേ ആയുധങ്ങൾ അമേരിക്കൻ വിമാനങ്ങളും ചൈനീസ് ഡ്രോണുകളും മിസൈലുകളൊക്കെ എന്ന് പറഞ്ഞ് ഊശിപ്പോയി, ചൈനീസ് പടക്കം പോലെ. അപ്പം ഇനിയിപ്പോൾ അവർക്ക് അവരുടെ കച്ചവടം വീണ്ടെടുക്കണം, അതിന് വീണ്ടും യുദ്ധം ഉണ്ടാവണം. പാകിസ്ഥാനെ കൊണ്ട് തന്നെ അവർ വീണ്ടും ചൊറിയിപ്പിക്കും ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട്. അവരുടെ സ്വഭാവം അത് തന്നെയാണ്. അപ്പോൾ തിരിച്ചു വരും. പക്ഷേ ഇന്ത്യക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനെ തീർക്കാതിരുന്നിരിക്കുന്നത്. ഒരു മാനുഷിക പരിഗണന വെച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നാണക്കേടാണ് അവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തീർത്ത് കളഞ്ഞാൽ. അപ്പോൾ വേണ്ടി വന്നാൽ അപ്പം നോക്കാം. ഇനിയും നമ്മുടെ അടുത്ത് റിസർച്ചും ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രഹ്മോസ് തന്നെ ധാരാളം മതി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ധൈര്യമുള്ളത് കൊണ്ടാണ് അവർ കാല് പിടിച്ചപ്പോൾ മതിയാക്കിയത്. അവർ ഒന്ന് കാല് പിടിക്കട്ടെ എന്ന് പറഞ്ഞു, കാല് പിടിച്ചു, കെഞ്ചി, മതിയാക്കി യുദ്ധം. ഇനി വന്നാൽ വിവരം അറിയുമെന്ന് വാണിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് അപ്രമേയാത്മാവാണ്, ജഗത് രക്ഷകനാണ്, മഹാഭുജനാണ്. ഈ രുക്മിയെ പോലെയുള്ള ഒരാളെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അയാളുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനെ എനിക്ക് എന്നേക്കുമായിട്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതെനിക്ക് സഹിക്കാനാവില്ല. ആ ചീത്തപ്പേരും എല്ലാ കാലത്തും ഞാൻ വഹിക്കേണ്ടിയും വരും. എൻ്റെ ബന്ധുക്കൾ എന്നെ വെറുക്കും. അത് സംഭവിക്കാൻ പാടില്ല. അതാണ് ദേവിയുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗത്പതേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ സാൽവനാണ്, അല്ലേ? അങ്ങ് ഉപദ്രവിക്കാൻ പാടില്ലാത്ത ബന്ധുവാണ്. നിവൃത്തികേട് കൊണ്ടാണ് അയാളെ അങ്ങ് ഇത്രയും നേരം തിരിച്ചടിച്ചത്. പക്ഷെ കൊന്നുകളയരുത്, ജീവൻ ബാക്കി കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിച്ചു. ശ്രീശുകവാച തയാ പരിത്രാസ വികമ്പിതാംഗയ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഡയ കാതര്യ വിഭ്രംസിത ഹേമമാലയ ഗൃഹീതപാദഃ കരുണോ ന്യവർത്തത. ശ്രീശുകവാച തയാ പരിത്രാസ വികമ്പിതാംഗയ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഡയ കാതര്യ വിഭ്രംസിത ഹേമമാലയ ഗൃഹീതപാദഃ കരുണോ ന്യവർത്തത. തയാ ഗൃഹീതപാദഃ ഭഗവാൻ കരുണഃ ന്യവർത്തത. തയാ രുക്മിണ്യാ, ആ രുക്മിണിയാൽ ഗൃഹീതപാദഃ പാദം പിടിക്കപ്പെട്ടവൻ, കാല് പിടിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ കരുണഃ കരുണയോടുകൂടിയവനായിട്ട്, ദയോടുകൂടിയവനായിട്ട് ന്യവർത്തത രുക്മിവധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ശരി, വധിക്കുന്നില്ല എന്ന് വാളോങ്ങിയ ഭഗവാൻ വാളിനെ താഴ്ത്തി. അപ്പൊ എങ്ങനെയുള്ള തയാ? ആ രുക്മിണിയെ വിശേഷിപ്പിച്ചതാണ് ബാക്കി 3 വിശേഷണങ്ങൾ. എന്തൊക്കെയാ? പരിത്രാസ വികമ്പിതാംഗയ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഡയ കാതര്യ വിഭ്രംസിത ഹേമമാലയാ തയാ. ആ രുക്മിണിയെ വർണ്ണിക്കുകയാണ്. എങ്ങനെയുള്ള രുക്മിണി? പരിത്രാസ വികമ്പിതാംഗയ. പരിത്രാസം, നല്ലതുപോലെയുള്ള ഭയം. ഭയം കൊണ്ട് കിലുകില വറയ്ക്കുക, കിടുകിട വറയ്ക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വികമ്പിത അംഗയ. ശരീര അവയവങ്ങളൊക്കെ ദേവിയുടെ വല്ലാതെ വിറയ്ക്കുന്നു. അതിയായ ഭയം ആവേശിച്ചിട്ടുണ്ട്. ആ ദേവിക്ക് കാണാൻ വയ്യ തൻ്റെ സഹോദരന്റെ വധം. അപ്പം അത് സഹിക്കാൻ പറ്റാത്ത ഭയത്തോടുകൂടി വല്ലാതെ വിറയ്ക്കുന്ന ശരീരാവയവങ്ങളോടുകൂടിയവളായ അവളാൽ അതാണ് പരിത്രാസ വികമ്പിത അംഗയ. അതുപോലെ ശുചാവശുഷ്യൻ മുഖരുദ്ധകണ്ഡയ. ശുച എന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ, അവശുഷ്യൻ മുഖരുദ്ധകണ്ഡയ. ശോകം എന്നുള്ളതൊരു താപമാണ്, അല്ലേ? അപ്പോൾ ആ താപമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് ചൂടായിരിക്കും.
ആ ചൂട് ഉള്ള കണ്ണുനീര് മുഖത്ത് വീണാലോ മുഖമാകുന്ന താമര വാടും. താമരയിൽ അല്പം ചുടുവെള്ളം ഒഴിച്ചാൽ അത് വാടും. അപ്പൊ അതുപോലെ ദേവിയുടെ ചുടു കണ്ണുനീർ വീണ് ശുചാ അവശുഷ്യത്ത് എന്ന മുഖം, ദേവിയുടെ മുഖകമലം ശോഷണത്തെ ബാധിച്ചു, വല്ലാതെ ഉണങ്ങിപ്പോയി എന്നർത്ഥം, വാടിപ്പോയി. ഈ ചുടുവെള്ളം വീണിട്ട് കണ്ണുനീര്, ആ താപം കൊണ്ടുള്ളതായിട്ടുള്ള കണ്ണുനീര് നല്ല ചൂടുള്ളതായതുകൊണ്ട് മുഖം വാടിയവളായി. അതുപോലെ അവരുദ്ധ കണ്ടയ, ആ വാടിയ മുഖവും തടയപ്പെട്ട കണ്ടം, വാക്കുകൾ വരുന്നില്ല പേടി കൊണ്ട്. എന്താ പറയാ ഭഗവാനോട് എന്ന് പറയാൻ പറ്റുന്നില്ല. ഭയം കൊണ്ടും ഭഗവാനോട് ഇനിയിപ്പോ എന്ത് പറയുന്നുള്ള ആ ഭഗവാനെ സംഹാര രുദ്രനെ പോലെ നിൽക്കുകയാണ് അല്ലേ. താൻ പ്രേമനിധിയായിട്ടാണ് ഭഗവാനെ മനസ്സിൽ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ പോതാ തൻ്റെ സഹോദരന്റെ നേരെ ഒരു സംഹാര രുദ്രനെ പോലെ നിൽക്കുന്നു. എന്തു പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കും എന്നുള്ള ഭയത്തോടുകൂടി തൊണ്ട ഇടറുന്നവളായിട്ട്, ഗദ്ഗത കണ്ടയായിട്ട്, അല്ലെങ്കിൽ രുദ്ധ കണ്ടയായിട്ട്, തടുക്കപ്പെട്ട കണ്ടത്തോട് വായിൽ നിന്ന് ശബ്ദം വരുന്നില്ല, എന്തൊക്കെയോ അവ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് ശുചാവശുഷ്യന്മുഖരുദ്ധ കണ്ടയാം കാതര്യ വിഭ്രംസിത ഹേമമാലയാം. കാതര്യം എന്ന് പറഞ്ഞാല് പാരവശ്യം, വല്ലാത്തൊരു അവശത വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ദേവി എന്താ പറയുക, മെലിഞ്ഞു പോയിട്ടുണ്ടാവും നിമിഷ നേരം കൊണ്ട്. ഇനി ഇതുപോലുള്ള രംഗം ദേവി മെലിയുന്ന സംഭവം വരാനിരിക്കുന്നുണ്ട് സൗന്ദര്യ പണക്ക സമയത്ത്. ഇവിടെ ഇപ്പോൾ ഭയം കൊണ്ട് മെലിഞ്ഞു. അതുകൊണ്ട് തന്നെ ദേവിയുടെ കഴുത്തിലുള്ള മാലയൊക്കെ കുനിഞ്ഞപ്പോൾ വീണുപോയി. അതാണ് കാതര്യ വിഭ്രംസിത ഹേമമാലയ. കാതര്യത്താൽ വിഭ്രംശിക്കപ്പെട്ട, ദീനത കൊണ്ട് വീണുപോയതായിട്ടുള്ള ഹേമമാല, സ്വർണമാലയും മറ്റും. അപ്പോൾ സ്വർണമാലാദികളൊക്കെ വീണുപോയവളായ, അഴിഞ്ഞു വീണ സ്വർണമാലയോടുകൂടിയവളായ തയാ ഗൃഹീത പാദ, അവളാൽ ഗ്രഹിക്കപ്പെട്ട പാദത്തോടുകൂടിയവനായ ഭഗവാൻ കരുണ, കരുണയോടുകൂടിയ ഭഗവാൻ ന്യവർത്തത, ആ ഉദ്യമത്തിൽ നിന്ന്, രുഗ്മിപഥത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇതെല്ലാം ഭഗവാന്റെ നാടകമാണ്. ഭഗവാൻ അറിയാം തൻ്റെ കൈകൊണ്ടല്ല ഇവനെ കൊല്ലേണ്ടത്, ഒന്ന് പേടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചൈലേന ബദ്ധ്വാ തമസാധുകാരിണം സസ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവന്മമർദുഃ പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനിം യദാ ഗജാഃ. ചൈലേന ബദ്ധ്വാ തം അസാധുകാരിണം സസ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവന്മമർദുഃ പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനീം യദാ ഗജാഃ. അപ്പോ അസാധുകാരിണം തം, അസാധുവായ പ്രവൃത്തിയെ ചെയ്തവൻ, അന്യായം ചെയ്തവൻ, തൻ്റെ നേരെ ആക്രമിക്കാൻ വന്ന് തൻ്റെ പ്രാണനെ എടുക്കാൻ വന്നവനാണ് ഈ രുക്മി. തന്നെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു വന്നവനാണ്. അപ്പോൾ ആതതായി എന്ന വിഭാഗത്തിൽ പെടും. ആതതായിയാണ് ആയുധമായി കൊല്ലാൻ വരുന്നവൻ. അപ്പൊ അങ്ങനെയുള്ള അസാധുകാരിണം, തന്നെ കൊല്ലാൻ വന്ന അസാധു, അന്യായമായ കാര്യം ചെയ്തവനും ആയിട്ടുള്ള തം ചൈലേന ബദ്ധ്വാം, ചൈലം ചേലക്കഷ്ണം കൊണ്ട് ബദ്ധ്വാ, അപ്പൊ അവന്റെ ഉത്തരീയം തന്നെ എടുത്ത് അവന്റെ കൈകാലുകളെയൊക്കെ ബന്ധിച്ചിട്ടുണ്ടാവും. ചൈലേന ബദ്ധ്വാ, തുണി കൊണ്ട് ബന്ധിച്ച് സസ്മശ്രുകേശം പ്രവപൻ, സസ്മശ്രു കേശം, കേശം തലമുടി, ശ്മശ്രു മീശ താടി. അപ്പൊ അവന്റെ താടിമീശകളെ അതുപോലെ ശിരസിലെ മുടിയെയും കേശത്തെയും സ എന്നുള്ളത് കൊണ്ട് സമേതം. അപ്പൊ തലമുടി മാത്രമല്ല, മീശയോടുകൂടി തലമുടിയെ എന്ത് ചെയ്തു? പ്രവപൻ. പ്രവപൻ എന്ന് പറഞ്ഞാല് ഇവിടെ വപനം ചെയ്തു. വപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുക, മുറിച്ചു കളയുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഒരു രൂപമില്ലാതെ മുറിക്കുക, അല്ലാതെ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല സ്റ്റൈലായിട്ട് മുറിക്കാനല്ല ഇവിടെ ഭഗവാൻ, അതല്ല പണി അല്ലേ. ഭഗവാൻ ബ്യൂട്ടി പാർലർ നടത്തുകയല്ല, ഇത് വിരൂപനാക്കാൻ വേണ്ടി മുറിക്കുക, ബലാത്കാരേണ മുറിക്കുക, അവന്റെ സമ്മതം കൂടാതെ. അപ്പൊ അങ്ങനെ പ്രവപന് ഛേദിച്ചുകൊണ്ട് വ്യരൂപയത്, വിരൂപനാക്കി.
താവത് അത്ഭുതം പരസൈന്യം യദുപ്രവീരാഹ നളിനീം ഗജാഹ യഥാമർദു. താവത് അപ്പോൾ, അതേ സമയത്ത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഭഗവാൻ രുക്മിണിയോട് യുദ്ധം ചെയ്ത് രുക്മിയെ വിരൂപനാക്കുന്ന സമയത്ത് മറ്റുള്ള സൈന്യങ്ങളെ നേരിടുന്നത് യദുപ്രവീര ബലരാമസ്വാമിയും ഗദനും മറ്റ് യാദവ സൈന്യവും കൂടെ യദുപ്രവീരാഹ എന്ത് ചെയ്യുന്നു? അത്ഭുതം പരസൈന്യം, അതിശക്തിയേറിയ ശത്രു സൈന്യത്തെ, പരസൈന്യത്തെ, നളിനിയും ഗജാഹായത, ഒരു താമരപ്പൊയ്കയെ ആനകൾ എന്ന പോലെ, ആനകൾ താമരപ്പൊയ്കയിൽ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ താമരപ്പൊയ്കകളൊക്കെ വാരി വലിച്ച് തിന്നും, ഇളക്കി മറിക്കും, എല്ലാം ചവിട്ടി താഴ്ത്തും, അല്ലേ? ഒന്നും ബാക്കിയുണ്ടാവില്ല, കുളം കലക്കും. അപ്പോൾ അനേക ആനക്കൂട്ടങ്ങൾ താമരപ്പൊയ്കയിൽ ഇറങ്ങി താമരയെല്ലാം വാരി വലിച്ച് നശിപ്പിക്കുന്നത് പോലെ നളിനിയും ഗജാഹായത മമർദുഹു, മർദിച്ചു. നമ്മൾ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്നതുപോലെ എന്ന് പറയും. ഇവിടെ ആന താമരപ്പൊയ്കയിൽ കടന്നതുപോലെ നശിപ്പിച്ചു എന്നർത്ഥം. ചൈലേന ബദ്ധ്വാ തം അസാധുകാരിണം സസ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവന്മർദുഹു പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനീം യദാ ഗജാഃ. കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭുഃ വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത്. കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുഃ തത്ര രുക്മിണം തഥാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭുഃ വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത്. അവിടെ യാദവ സൈന്യം രുക്മിയുടെ സൈന്യത്തെ, മറ്റ് സൈന്യങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഏകദേശം വിജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പണി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ബലരാമസ്വാമി കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വന്നു. ഇവിടെ എന്താ ഈ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കൃഷ്ണാന്തികമുപവ്രജ്യ, കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വന്ന് പ്രാപിച്ച് തത്ര തഥാഭൂതം ഹതപ്രായം രുക്മിണം ദദൃശുഃ. തത്ര അവിടെ തഥാഭൂതം, ഇങ്ങനെയായിത്തീർന്നവൻ. എങ്ങനെയായിത്തീർന്നവൻ? തലമുടിയും മീശയും ഒക്കെ പാതി വടിച്ചവൻ, കറപുറാന്ന് മുറിക്കപ്പെട്ടവൻ, വികലനാക്കപ്പെട്ടവൻ, അങ്ങനെയുള്ള ഹതപ്രായം, പ്രായേണ കൊല്ലപ്പെട്ടവനെ പോലെ ശരിക്കും ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്. അതിന് തുല്യമായിട്ടുള്ള മൃതപ്രായം എന്നർത്ഥം. മൃതപ്രായനായിരിക്കുന്ന, അവശനായിരിക്കുന്ന രുക്മിണം ദദൃശു, രുക്മിയെ കണ്ടു. ആര്? ബലരാമസ്വാമി. എന്നിട്ട് ഭഗവാൻ വിഭുഃ സംഘർഷണഃ, സംഘർഷണനെ തന്നെയാണ് ഭഗവാൻ വിഭുഃ, ഐശ്വര്യ പരിപൂർണനും ശക്തനുമായിരിക്കുന്ന ആ ബലരാമസ്വാമി സംഘർഷണഃ കരുണഃ, അദ്ദേഹത്തിന് തന്നെ കാരുണ്യം വന്നു. അദ്ദേഹത്തിന് കാരുണ്യം വന്ന് സഹിക്കാനായില്ല, അല്ലേ? രുക്മിണിയുടെ സഹോദരനാണ് ഈ രുക്മി. അപ്പോൾ വല്ലാതെ കരുണയോട് കൂടിയിട്ട് ബദ്ധം ദൃഷ്ട്വാ വിമുച്യ കൃഷ്ണമബ്രവീത്. ബദ്ധം ദൃഷ്ട്വാ, കെട്ടപ്പെട്ടവനെ, തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടല്ലോ കയ്യും കാലും ഒക്കെ, അതൊക്കെ കണ്ടിട്ട് ബദ്ധം ദൃഷ്ട്വാ വിമുച്യ, ഏട്ടൻ തന്റെ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അനുജൻ കെട്ടിയതാണെങ്കിലും എല്ലാം അഴിച്ചുവിട്ടു. കാരണം ഇവനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോണില്ല എന്ന മട്ടിൽ ധൈര്യം കാണിച്ചുകൊണ്ട് അവശനായി കിടക്കുന്ന ബന്ധുവായിട്ടുള്ള ഇവനെ ഈ ഗതിയിലാണോ വിടുന്നത് എന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് അവന്റെ കെട്ടുകളൊക്കെ മുറിച്ചു കളഞ്ഞു, അഴിച്ചു കളഞ്ഞു. അങ്ങനെ രുക്മിയെ സ്വതന്ത്രനാക്കി ബലരാമൻ. എന്നിട്ടോ കൃഷ്ണം അബ്രവീത്, കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. സ്ത്രീ ദേഷ്യത്തോടുകൂടി കൃഷ്ണനെ ശാസിക്കുന്ന രീതിയിലാണ് ഈ ആദ്യ ഭാഗം. അസാദ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ. അസാദ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ. എന്താ ശാസന? ഹേ കൃഷ്ണ, ത്വയാ ഇതം കൃതം അസാധു. അസാധു എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത പ്രവൃത്തി, അധർമ്മ പ്രവൃത്തി പോലെ.
നീ ചെയ്തത് ഒട്ടും നല്ല പ്രവൃത്തിയല്ല. അസാധു ഇതം കൃതം ത്വയാ കൃഷ്ണ. ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ, വളരെ മോശമായി പോയി. എന്താ ഇത് എന്ന് ജ്യേഷ്ഠൻ ശാസിക്കുകയാണ്. ഇതെങ്ങനെയുള്ളതാണ്? അസ്മജ്ജുഗുപ്സിതം, ഇത് നമ്മൾക്ക് നാണക്കേടാണിത്. ഉചിതമായിട്ടുള്ള കാര്യമല്ല, ജുഗുപ്സ ഉളവാക്കുന്നതാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, വീരന്മാർക്ക്, ശക്തന്മാർക്ക്. നമ്മുടെ കുലത്തിന് തന്നെ നാണക്കേടാണ് ജുഗുപ്സിതം. അപ്പോ ഉചിതമായിട്ടുള്ളതല്ല അസ്മജ്ജുഗുപ്സിതം. എന്താ? സുഹൃദ ശ്മശ്രുകേശാനാം വപനം വൈരൂപ്യം വദഃ. സുഹൃദാം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ ശ്മശ്രുകേശാനാം വപനം, മീശയും തലമുടിയുമെല്ലാം വപിക്കുന്നത്, വപനം ചെയ്യുന്നത്, മുറിച്ചു കളയുന്നത്. വൈരൂപ്യം, അതുപോലെ വിരൂപകരണം, അവനെ വിരൂപനാക്കിയതൊക്കെ വദഃ, വധിച്ചതിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് ദ്രോഹം ചെയ്താൽ ബന്ധുവധം ഒരു പാപമായിട്ട് പറയും, അധർമ്മമായിട്ട് പറയും. പരമാവധി നമ്മൾ ബന്ധുക്കളെ വധിക്കാതെ അവരെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ പോലും ബന്ധുവധം ഒരു അധർമ്മമായിട്ട് പറയുന്നു. കാരണം എന്തെങ്കിലും ഒരു മനസ്സ് തിരിച്ച് മാറി വരും. മറ്റ് ശത്രുക്കളെ പോലെ അല്ല. ബന്ധുക്കളുടെ ഇടയിൽ ശത്രുത ഉണ്ടായാലും ഏതെങ്കിലും കാരണം കൊണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടായി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തു ചാടി ബന്ധുക്കളെ ഇതുപോലെയൊന്നും ചെയ്യരുത്, വധിക്കുന്ന പോലെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്. അതാ വേണ്ട പോലെ പരിചയപ്പെടാത്തതുകൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും പല രീതിയിൽ ദുരഭിമാനം കൊണ്ടും ഒക്കെ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങളാണതെല്ലാം. നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ ചിലപ്പോൾ അവർ തന്നെ തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരും. കാരണം എന്നും വേണ്ടവരാണ് ഈ ബന്ധുക്കൾ, വിവാഹാദികളിലൂടെയുള്ള ബന്ധുക്കൾ. അപ്പോൾ എപ്പോഴും എടുത്തു ചാട്ടം നല്ലതല്ല. അപ്പോൾ ഈ വിരൂപമാക്കുന്നത് തന്നെ വധതുല്യമാണ്, വധിക്കുന്നതിന് തുല്യമാണ്. നീ ചെയ്തതൊട്ടും ശരിയായില്ല. ഇതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ പോറലായി കിടക്കില്ലേ? എന്നും ഉള്ളിലൊരു വൈരാഗ്യമായിട്ട് കിടക്കില്ലേ? എല്ലാവരുടെയും നടുവിൽ വെച്ച് പരാജയപ്പെടുത്തിയത് പോരാതെ ആ പരാജയം എന്നും ഓർമ്മിക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ തലമുടി പാതി മീശ പാതി ഒക്കെ മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത്യന്തം നാണക്കേടുണ്ടാക്കി. അത് വീരന്മാരെ സംബന്ധിച്ച് വീരന് മാനമാണ് ഏറ്റവും, പ്രാണനേക്കാൾ വലുത്. ക്ഷത്രിയന്മാർക്ക് മാനമാണ് അവർക്ക് പ്രാണനേക്കാൾ വിലപ്പിടിച്ചത്. അപ്പം അങ്ങനെയുള്ള പ്രാണഹാനിയേക്കാൾ ഭയങ്കരമാണ് അവർക്ക് മാനഹാനി. ഈ മാനഹാനി അവരൊരിക്കലും മനസ്സിൽ നിന്ന് മറക്കില്ല. അതുകൊണ്ട് നമ്മളും നമ്മുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ സൂക്ഷിച്ച് പ്രവർത്തിക്കുക. അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന, പ്രാണഹാനിയേക്കാൾ വലുതായിരിക്കുന്ന മാനഹാനി ഉണ്ടാക്കുന്നതായിട്ടുള്ള രീതിയിൽ പെരുമാറാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതാണ് ഇവിടെ ബലരാമസ്വാമി അനുജനെ ശാസിക്കുന്നതിലൂടെ ലോകത്തിന് തരുന്ന സന്ദേശം. അപ്പോൾ അസാദ്വിതം തയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ. ബ്രാഹ്മണർ, ക്ഷത്രിയർ മുതലായവരെയൊക്കെ അപമാനിക്കൽ വധത്തേക്കാൾ ഭയാനകമാണ്. സംഭാവിതസ്യ അകീർത്തി മരണാത് അതിരിച്യതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. സംഭാവിതൻ എന്നാൽ പൂജിക്കപ്പെട്ടവൻ, ബഹുമാനിക്കപ്പെട്ടവൻ. ബഹുമാനിക്കപ്പെട്ടവന് നാണക്കേടുണ്ടാക്കുക, അതാണ് അകീർത്തി. നാണക്കേട് മരണാത് അതിരിച്ചത്, മരണത്തേക്കാൾ അതിക്രമിച്ചതാണ്, വലിയ ശിക്ഷയാണ്. മരണം അവർക്ക് ഈസിയാണ്, ഉൾക്കൊള്ളാൻ പ്രയാസമില്ല. എന്നാ എന്നെ അങ്ങോട്ട് കൊന്നുകളയായിരുന്നില്ലേ എന്ന് ചോദിക്കും. നാണം കെടുത്തിയതിനേക്കാൾ കൊന്നുകളയായിരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് വധഃ സുഹൃതോ വധഃ അത്യന്തം അസ്മജ്ജുഗുപ്സിതം. നമുക്ക് ഏറ്റവും ജുഗുപ്സയുള്ളതാണ് ഈ പ്രവൃത്തി. ഇത് ചെയ്തത് ഉചിതമായില്ല എന്ന് പറഞ്ഞ് ശാസിച്ചു. അത് കഴിഞ്ഞ് രുക്മിണിയുടെ നേരെ തിരിഞ്ഞു. ജ്യേഷ്ഠന്റെ കടമ ആശ്വസിപ്പിക്കുകയാണ് രുക്മിണി ദേവിയെ. മൈവാസ്മാൻ സാധ്വി അസൂയേത ഭ്രാതുർവൈരൂപ്യ ചിന്തയ സുഖദുഃഖതോ ന ചാന്യോസ്തി യതസ്വകൃത ബുക്കുമാൻ.
മൈവാസ്മാൻ സാധ്യസൂയേത ഭ്രാതുർവൈരൂപ്യ ചിന്തയ സുഖദുഃഖദോ ന ചാന്യോസ്തി യതസ്വകൃതഭുക്പുമാൻ. രുക്മിണീദേവിയുടെ നേരെ തിരിഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. സാധ്വി, സാധുശീലേ, നല്ല സ്വഭാവ സൗശീല്യമുള്ളവളെ, കല്യാണി എന്നൊക്കെ അർത്ഥം. ഹേ സാധ്വി, ഭ്രാതുഹു വൈരൂപ്യ ചിന്തയ അസ്മാൻ മാ അസൂയേധ. അസ്മാൻ മാ അസൂയേത, ഞങ്ങളുടെ നേരെ ഒരു തരത്തിലുള്ള മത്സരബുദ്ധിയും പാടില്ല കേട്ടോ, വൈരാഗ്യമൊന്നും പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയാണ്. അപ്പൊ ഞങ്ങളെ ഉൾക്കൊള്ളാതിരിക്കരുത്, ഞങ്ങളെ അകറ്റി നിർത്തരുത്. നമ്മൾക്ക് മനസ്സിൽ നിന്ന് ഒരാളെ സഹിക്കാൻ പറ്റാതെ ദൂരേക്ക് മാറ്റി നിർത്തലാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ ജലസി എന്ന് മാത്രം എടുക്കണ്ട, അവരെ ഉൾക്കൊള്ളാൻ കഴിയായിക. അതന്നെ പരന്റെ ഉത്കർഷത്തെ സഹിക്കാതിരിക്കലാണ് അസൂയ. അപ്പൊ അവിടെ സഹിക്കൽ എന്നുള്ള ക്രിയയാണ് അവിടെ വരുന്നത്. പര ഉത്കർഷ അസഹിഷ്ണുത, അതിനെയാണ് അസൂയ എന്ന് പറയുക. പരന്റെ ഉത്കർഷത്തെ സഹിക്കാതിരിക്കുക. അപ്പൊ ഇവിടെ എന്താ അസൂയ ഏതാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹിക്കാതിരിക്കരുത്, ഞങ്ങളെ ഉൾക്കൊള്ളാതിരിക്കരുത്, ഞങ്ങളെ ശത്രുക്കളായി അല്ലെങ്കിൽ അകറ്റി നിർത്തരുത്. നമ്മൾ തമ്മിൽ ഇനി ഒന്നിച്ച് ഒരു കുടുംബമായി ഒന്നിച്ച് കഴിയേണ്ടവരാണ്. അപ്പൊ ഈ യാദവന്മാരായിട്ടുള്ള ഞങ്ങളെ, പ്രത്യേകിച്ച് കൃഷ്ണനോടും എന്നോടും ഒന്നും ഇതിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത ഉള്ളിൽ വച്ചേക്കരുത്. അസ്മാൻ മാ അസൂയേതാഹ. എന്തിന്? ഭ്രാതുഹു വൈരൂപ്യ ചിന്തയ, സഹോദരന് വൈരൂപ്യമുണ്ടാക്കി എന്നുള്ള ചിന്ത. അപ്പൊ സഹോദരന്റെ വൈരൂപ്യത്തെ മനസ്സിൽ വെക്കരുത് കേട്ടോ. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങളോട് എപ്പോഴും ദേഷ്യം കൊണ്ട് നടക്കരുത്. അങ്ങനെ ആയാൽ ജീവിതം വളരെ ദുരിതമാകും, നരകമാകും. അല്ലേ? നമുക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് ചേർന്ന് പോകുക വലിയ പ്രയാസമാണ്. എന്ത് ചെയ്താലും കുറ്റം കാണും. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ അസഹിഷ്ണുത ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം. കല്ല് കടിക്കാതിരിക്കാൻ അല്ലേ ശ്രമിക്കാം, കല്ല് കടിപ്പിക്കാതിരിക്കാൻ. എപ്പോഴും ജാഗ്രതയോടെ പെരുമാറുക, വാക്കുകൾ സൂക്ഷിച്ച് പെരുമാറുക, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു അകലം ഉണ്ടാക്കാതിരിക്കുക, അസഹിഷ്ണുത ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കുടുംബങ്ങൾ തമ്മിൽ, വധൂവരന്മാർ തമ്മിൽ ഒക്കെ വേണത് ഇത് പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ ഭ്രാതുഹു വൈരൂപ്യ ചിന്തയ അസ്മാൻ മാ അസൂയേത. സഹോദരനെ ഇങ്ങനെ വൈരൂപ്യം ചെയ്തു എന്നുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ നേരെ ഒരിക്കലും അസഹിഷ്ണുത പാടില്ല കേട്ടോ. സുഖദുഃഖത അന്യഃ നാസ്തി യതഃ പുമാൻ സ്വകൃതബുക്ക്. സുഖദുഃഖത അന്യഃ നാസ്തി. ഒരാൾക്ക് സുഖവും ദുഃഖവും കൊടുക്കുന്നത് മറ്റൊരാളല്ല, പിന്നെയോ സ്വകൃതബുക്ക് പുമാൻ. യതഃ എന്തെന്നാൽ പുമാൻ സ്വകൃതബുക്ക്. ഈ ഓരോ പുരുഷരും ഓരോ മനുഷ്യരും സ്വകൃതം ഭുജിക്കുന്നവരാണ്. അവനവന്റെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് എന്തോ ചെയ്ത കർമ്മത്തിന്റെ ദുരിതമാണ് ഇപ്പൊ ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. അവനവന്റെ കൃതി കൊണ്ട് വന്നു ചേർന്നതാണ്. അപ്പൊ അതില് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. കൃഷ്ണനാണ് രുക്മിയെ ഇങ്ങനെ വിരൂപമാക്കിയത് എന്ന് ചിന്തിക്കാതിരിക്കുക. രുക്മിയുടെ പൂർവകർമ്മങ്ങളും ഇപ്പോഴത്തെ കർമ്മത്തിന്റെയും ഫലമാണ് രുക്മിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത്. അതിൽ കൃഷ്ണനെ കുറ്റപ്പെടുത്തരുത്. അത് നിമിത്തം മാത്രം. കൃഷ്ണൻ ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായി എന്ന് കാണുക. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിലും ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ നമ്മൾ സ്വയം ആശ്വസിക്കണം, ഇത് എൻ്റെ കർമ്മഫലമാണ്, ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. അതിന് ഒരാൾ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അയാളെ ഞാൻ വെറുക്കേണ്ട കാര്യമില്ല. അയാളാണ് അതിന് ഭഗവാൻ തിരഞ്ഞെടുത്തത്. ഈശ്വരൻ ഒരാളെ കൊണ്ട് എന്നെ ശിക്ഷിപ്പിക്കുകയാണ്. ഞാൻ അയാളെ മനസ്സുകൊണ്ട് വെറുക്കേണ്ട കാര്യമില്ല, എൻ്റെ കർമ്മഫലമാണ് എന്ന്
ഉറപ്പിക്കണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവും, മറ്റുള്ളവരോടുള്ള ദേഷ്യഭാവം പോകും, അസൂയ, അസഹിഷ്ണുത അതൊക്കെ മാറിപ്പോകും. നമ്മൾ ഓരോരുത്തരും സുകൃതം ഭുജിക്കുന്നു. അതാണ് യതഃ പുമാൻ സുകൃത ബുക്ക്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അതുകൊണ്ട് കൃഷ്ണനെയോ ഞങ്ങളെയോ കുറ്റപ്പെടുത്തരുത് കേട്ടോ. രുക്മി ഇങ്ങനെ അനുഭവിക്കാൻ ബാധ്യതയുള്ള ആളാണ്. മൈവാസ്മാൻ സാധ്യസൂയേധ ഭ്രാതുർവൈരൂപ്യ ചിന്തയ സുഖദുഃഖതോ ന ചാന്യോസ്തി യതഃ സുകൃത ബുക്കുമാൻ ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർവതമർഹതി ത്യാജ്യഃ സ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യതേ പുനഃ. ഇപ്പൊ വീണ്ടും കൃഷ്ണനോട് തിരിഞ്ഞിട്ട് കൃഷ്ണനുള്ള ശാസന കൂടിയാണ്. ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർവതമർഹതി ത്യാജ്യഃ സ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യതേ പുനഃ. നല്ല പ്രയോഗങ്ങളാണ്. ബന്ധുഃ വദാർഹദോഷോപി ന ബന്ധോർവതമർഹതി. വദാർഹദോഷഃ അപി, വധമർഹിക്കുന്ന പാപം ദോഷം ചെയ്തവനാണെങ്കിലും അവൻ വധമർഹിക്കുന്നുണ്ട്. ശരിയാണ്, അവൻ ചെയ്ത തെറ്റിന് അവൻ വധമർഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷത്തോടു കൂടിയവനാണെങ്കിലും ബന്ധോഹോ വധം നാർഹതി, ഒരു ബന്ധു അവന്റെ ബന്ധുവിൽ നിന്ന് വധം അർഹിക്കുന്നില്ല, ചെയ്യാൻ പാടില്ല എന്നർത്ഥം. കൊല്ലാൻ യോഗ്യനാണ്, കൊല്ലപ്പെടേണ്ടവനാണ് അവൻ ചെയ്ത തെറ്റിന്. പക്ഷെ ഒരു ബന്ധുവിനെ കൊല്ലുന്നത് ധർമ്മമല്ല, മര്യാദയല്ല. നാർഹതി. ത്യാജ്യഃ, ത്യജിക്കുകയാണ് വേണ്ടത്. ത്യജിക്കുന്നത് വധത്തിന് തുല്യമാണ്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അയാളെ ഉപേക്ഷിക്കുക. ഇനി നീ എൻ്റെ ബന്ധുവല്ല, ഞാൻ നിന്റെ ബന്ധുവുമല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ത്യജിച്ചു കഴിഞ്ഞാൽ അത് വധത്തിനേക്കാൾ വലിയ ശിക്ഷയാണ്. ഇനി അവൻ ഇതുപോലെ ആരോടും, ബന്ധുക്കളോട് പ്രത്യേകിച്ച്, പെരുമാറാതിരിക്കട്ടെ. അപ്പൊ ത്യാജ്യഃ. പിന്നെ സ്വേനദോഷേണേവ ഹതഃ, അവൻ സ്വന്തം പാപം കൊണ്ട് തന്നെ നശിച്ചിരിക്കുന്നു, ഹനിക്കപ്പെട്ടിരിക്കുന്നു. അത്രയ്ക്ക് നീചമായിട്ടുള്ള പ്രവൃത്തി അവൻ ചെയ്തതുകൊണ്ട് അവൻ സ്വയം നശിച്ചിരിക്കുന്നു. പുനഃ കിം ഹന്യതേ, പിന്നെയും എന്തിനാ അവനെ ഹനിക്കുന്നത് എന്ന് പറഞ്ഞാല് ചത്തപാമ്പിനെ വീണ്ടും തല്ലും പോലെ അല്ലേ, അവൻ സ്വയം നശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നീചത്വം പ്രാപിച്ചവനെ വീണ്ടും നമ്മൾ ശിക്ഷിക്കുന്നത് നമ്മൾക്ക് മോശമാണ്. ഇത്രയും മോശമായിരിക്കുന്ന ആളുകളെ നമ്മൾ വീണ്ടും ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ നാണക്കേടാണ് എന്ന് പറയും. സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ അവർ സ്വയം നശിച്ചിരിക്കുന്നു അല്ലേ. ഇപ്പോഴൊക്കെ നമുക്ക് ആ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ ഓർമ്മ വരുന്നു. ഉദാഹരിക്കാൻ, പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തി അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകാത്ത നമ്മളെ ഭാരതത്തിനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കണം, ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കണം. കുറേ എപ്പോഴും ആളുകളെ ചതിയിൽ വധിച്ചുകൊണ്ട്, പലതരത്തിൽ ബോംബിട്ടുകൊണ്ടും അല്ലെങ്കിൽ വെടിവെച്ചുകൊണ്ടും നമ്മുടെ പട്ടാളക്കാരെയും എല്ലാം ഉപദ്രവിക്കണം. അവരുടെ ആ പ്രവൃത്തി തന്നെ നീചമാണ്. അതുകൊണ്ട് തന്നെ അവർ നശിച്ചവരാണ്. ലോകം മുഴുവൻ അവരെ ആ രീതിയിൽ വിലയിരുത്തിയിട്ടുള്ളൂ. നല്ലവരായിട്ടൊന്നും ആരും വിലയിരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കുക. അവർ സ്വന്തം പ്രവൃത്തി കൊണ്ട് നശിച്ചിരിക്കുന്നു. അവരെ നമ്മളായിട്ട് ഇനിയിപ്പോൾ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള വിചാരമാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ത്യാജ്യഃ, ഉപേക്ഷിക്കുകയാണ്. എന്നെങ്കിലും നന്നാവോ അറിയില്ല. അതോ ലോകത്തിന് തന്നെ അവരെന്നും ഭീഷണിയായിട്ട് തുടരുമോ? വേണ്ടി വന്നാൽ അങ്ങനൊരു സന്ദർഭത്തിൽ നശിപ്പിക്കുക. എന്തായാലും അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അവർ നീചരായിരിക്കുന്നു, നശിച്ചതിന് തുല്യമായിരിക്കുന്നു. അതിനെ ഇനിയും ചത്ത പാമ്പിനെ വീണ്ടും വീണ്ടും തല്ലി നാണക്കേടുണ്ടാവാതിരിക്കട്ടെ നമുക്ക്, അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ നമുക്കാണ് നാണക്കേട്. ഇതാണ് പറയുന്നത്, ബന്ധുഃ വദാർഹദോഷോപി ന ബന്ധോഹോ വധമർഹതി
യാജ്യഃ സ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യതേ പുനഃ. ക്ഷത്രിയാണാം അയം ധർമ്മഃ പ്രജാപതി വിനിർമ്മിതഃ ഭ്രാതാപി ഭ്രാതരം ഹന്യാത് യേന ഘോരതരസ്തതഃ. വീണ്ടും രുക്മിണിയോടാണ്. ക്ഷത്രിയാണാം അയം ധർമ്മഃ പ്രജാപതി വിനിർമ്മിതഃ ഭ്രാതാപി ഭ്രാതരം ഹന്യാത് യേന ഘോരതരഃ തതഃ. ക്ഷത്രിയന്മാരുടെ ഇടയിൽ ഇതാണ് കേട്ടോ സ്വഭാവം. അതാണ് ക്ഷത്രിയാണാം അയം ധർമ്മഃ. ഇത് ക്ഷത്രിയന്മാർക്ക് സ്വഭാവമാണ്, ധർമ്മമാണ്. ഈ ധർമ്മം എന്താണ്? ഇത് പ്രജാപതി വിനിർമ്മിത, സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ്. ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇങ്ങനെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ഓരോരോ സാധനങ്ങൾ നിർമ്മിക്കുന്നത് ഓരോ പർപ്പസിനാണ്. എന്നതുപോലെ ക്ഷത്രിയന്മാരെ നിർമ്മിച്ചിരിക്കുന്നത് ഈ രജോ ഗുണത്തോടുകൂടി, മത്സര ബുദ്ധിയോടുകൂടി, പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ടൊക്കെയാണ്. അസഹിഷ്ണുത അവരുടെ കൂടപ്പറപ്പാണ്. അതാണ് ഏന ഭ്രാതാ ഭ്രാതരം അഭിഹന്യാത്. ഏതൊരു സ്വഭാവം കൊണ്ട് ഈ ധർമ്മം കൊണ്ട്, ക്ഷത്രിയ ധർമ്മം കൊണ്ട് ഭ്രാതാ ഭ്രാതരം അഭിഹന്യാത്, സഹോദരൻ സഹോദരനെ തന്നെ ഹനിക്കും. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അതാണ് ഭ്രാതാ ഭ്രാതരം അഭിഹന്യാത് തതഃ ഘോരതരഃ അയം ധർമ്മഃ ക്ഷത്രിയാണാം പ്രജാപതി വിനിർമ്മിതഃ. അതുകൊണ്ട് ഘോരതരമായ അതിഭയങ്കരമായിട്ടുള്ള ഈ ധർമ്മം ക്ഷത്രിയന്മാർക്ക് പ്രജാപതി സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിനിവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സ്വഭാവമാണ് എന്നറിയാം, അല്ലേ? ഓരോ പാമ്പുകൾ അതിൻ്റെ സ്വഭാവം കാണിക്കും, പുലികൾ അതിൻ്റെ സ്വഭാവം കാണിക്കും, സിംഹം അതിൻ്റെ സ്വഭാവം കാണിക്കും. അതുപോലെയാണ് ക്ഷത്രിയന്മാർ അവരുടെ സ്വഭാവം കാണിക്കുക. അത് സൃഷ്ടിയിലുള്ളതാണ് അങ്ങനെ. അതുകൊണ്ട് അപ്പോൾ രുക്മിണിയോട് ഇതാണ് ക്ഷത്രിയന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ക്ഷത്രിയാണാമയം ധർമ്മഃ പ്രജാപതി വിനിർമ്മിതഃ ഭ്രാതാപി ഭ്രാതരം ഹന്യാത് യേന ഘോരതരഃ തതഃ. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാഹേതോഃ ശ്രീമദാന്താഃ ക്ഷിപന്തിഃ. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാഹേതോഃ ശ്രീമദാന്താഃ ക്ഷിപന്തിഃ. ശ്രീമദാന്താഃ മാനിനഃ, ഐശ്വര്യമതം കൊണ്ട് കണ്ണു കാണാതെ ആയിത്തീർന്ന അഭിമാനികളായ അഹങ്കാരികളായ രാജാക്കന്മാർ, ക്ഷത്രിയന്മാർ എന്ത് ചെയ്യണു? അവര് പല കാരണങ്ങളെ കൊണ്ടും ക്ഷിപന്തിഹി, ക്ഷേപിക്കുന്നു, ആക്ഷേപിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. എന്തിനൊക്കെ വേണ്ടി? രാജ്യസ്യ ഹേതോഹോ, രാജ്യത്തിന് വേണ്ടിയാവാം, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അധികാര മത്സരമാകാം. ഭൂമേഹേ, മറ്റ് ഭൂമിയുടെ കാര്യത്തിലാവാം. ഇതെന്റെ ഭൂമി, അത് നിന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് മത്സരം, അല്ലേ? ഇപ്പൊ നമ്മുടെ കാശ്മീരിലെ കുറേ സ്ഥലം പാകിസ്ഥാൻ പിടിച്ചടക്കിയിട്ടുണ്ട്. POK, അല്ലേ? പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ. അത് തിരിച്ചു പിടിക്കല് ഇന്ത്യയുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം മാത്രമാണ്, അല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല. ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതില് ഇപ്പോ വളരെ എടുത്തുചാടി ഒന്നും ചെയ്യാത്തത്. ഞങ്ങൾക്ക് അതിൽ ക്ലെയിമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് പിടിച്ചടക്കാൻ ശക്തി ഉണ്ടായിട്ടും പിടിച്ചടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെച്ചാൽ അവിടെയുള്ള ജനസംഖ്യ, വലിയൊരു ജനസംഖ്യയുണ്ട്. ആ ജനസംഖ്യ മുഴുവൻ തീവ്രവാദം നിത്യം ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ നിറയെ തീവ്രവാദമാണ്, അല്ലേ? മില്യൺ കണക്കിൽ ജനങ്ങൾ അവിടെ ഉണ്ട്. ആ POKയിൽ എത്ര ലക്ഷം ഉണ്ടാവും എന്നറിയില്ല, ഒരു 20-30 ലക്ഷം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ഉള്ളിൽ മുഴുവൻ ഈ തീവ്രവാദം കുത്തിവെച്ച് വളർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരായി മാറി. ഇന്ത്യക്കാരായി മാറിയാൽ അവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാം. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് തോന്നിയവാസവും എവിടെയും കാണിക്കാമെന്നർത്ഥം.
അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളതുകളെ തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. ഇനിയിപ്പോൾ വഴിയേ പോയ വയ്യാവേലി എന്ന് പറഞ്ഞ മാതിരി ഒരു അഗ്നിപർവ്വതത്തെ സ്വയം ഏറ്റെടുത്ത് നമ്മൾ തന്നെ സ്വയം പൊട്ടിക്കാൻ അതിനുള്ള സാഹസം ഇപ്പോൾ ഉടനെ ഒന്നും ചെയ്യരുത് എന്നേ പറയാറുള്ളൂ. അവരെ ഇങ്ങോട്ട് ഭാരതത്തിൻ്റെ ഭാഗമാക്കിയാൽ വലിയ അപകടമാണ്. അവരെല്ലാം അവസരം നോക്കിയിരിക്കുകയാണ് ഏത് രീതിയിൽ ഈ രാജ്യത്തെ തകർക്കാമെന്ന്. ജാഗ്രത വേണം. അപ്പോൾ അവരെയൊക്കെ തള്ളി മാറ്റി മറ്റേ പാകിസ്ഥാനിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് ഈ ഭൂമി മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും എളുപ്പത്തിലൊന്നും നടക്കില്ല. അവരെയൊക്കെ അവരുടെ ഓക്കുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വീടുകളും മുതലുകളും ഒക്കെ കളഞ്ഞിട്ട് അവർ പോവുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ POK നമുക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ലത് തന്നെ, ഒരു ദോഷമില്ല. ഇവിടെയുള്ളവരെ പൊലത്തിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ മറ്റവർക്കും കൂടി ഇവിടേക്ക് കൊണ്ടുവന്ന് അവർക്കും ഇതുപോലെ പല ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നമ്മുടെ നികുതി പണം അവർക്ക് ചെലവാക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ. POK പോയി പണി നോക്കാൻ പറയാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രൈഡിൻ്റെ ഒരു ഭാഗമാണ് അത്. പണ്ടത്തെ ഒരു അബദ്ധം പറ്റിയതാണ്, വിട്ടുകൊടുത്തത്, അന്നത്തെ ഭരണാധികാരികളുടെ കൊള്ളരുതായ്മ. അതുപോട്ടെ. എന്തായാലും അപ്പോൾ രാജ്യസ്യ ഭൂമേഹേ വിത്തസ്യ ധനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ സ്ത്രീയുടെ വിഷയത്തിൽ ഒരാളുടെ ഭാര്യയെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയാൽ സഹിക്കൂ? ഇപ്പോൾ രുക്മിണിയുടെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അപ്പം അത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമാണ്. അതാണ് സ്ത്രീ വിഷയത്തിലും മാനസ്യ അഭിമാന പ്രശ്നവും തേജസഹ തൻ്റെ പ്രഭാവം അതിന് മങ്ങലേറ്റാൽ മറ്റൊരാൾ അതിൽ ചെളിവാരി എറിഞ്ഞാൽ സഹിക്കില്ല. തേജസഹ അന്യസ്യ ഹേതോഹോവ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടോ ആവാം. ഏത് കാരണം കൊണ്ടും ക്ഷത്രിയന്മാർ പരസ്പരം ക്ഷിപന്തിഹി ആക്ഷേപിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഐശ്വര്യവും അഹങ്കാരവും ഒക്കെയാണ് അതിനൊരു മുഖ്യ കാരണം. ഇവരുടെ രജോ ഗുണമാണ് അതിന് കാരണം. രജോ ഗുണത്തിലാണ് മതം വരിക, അഹങ്കാരം വരിക. അപ്പോൾ ഇത് ക്ഷത്രിയ സ്വഭാവമാണ് എന്ന് രുക്മിണിയെ ബോധ്യപ്പെടുത്തുകയാണ് ദേവി. ക്ഷമിക്കൂ എന്ന് ദേവിയോട് പറയുകയാണ്. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോന്യസ്യ വാഹേതോഃ ശ്രീമദാന്താക്ഷിപന്തിഹി. പക്ഷെ ഇതൊന്നും കേട്ടിട്ടും രുക്മിണി ദേവി ശാന്തയായിട്ടില്ല. ദുഃഖമുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ വീണ്ടും നല്ല വാക്കുകൾ പറഞ്ഞ് കുറച്ച് തത്വോപദേശങ്ങൾ ചെയ്ത് നമ്മുടെ ബലരാമസ്വാമി ആശ്വസിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ് 42 മുതൽ 49 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ. നമുക്ക് നാളെ കാണാം. ഇന്ന് വൈകിട്ട് ക്ലാസ്സില്ല, ഇന്ന് പുറത്ത് പല പരിപാടികളുണ്ട്. നാളെ കാണാം. നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ ഉണ്ടാവില്ല, എനിക്ക് പ്രസ് കോൺഫറൻസിന് പോകണം. നാളെ വൈകിട്ട് നോക്കാം. നാളെ രാവിലെ പ്രതീക്ഷിക്കേണ്ട. നാളെ വൈകിട്ട്, ഇന്ന് വൈകിട്ടും ഇല്ല. ഒരുപാട് പുറത്ത് പരിപാടികളുണ്ട്, അപ്പോയിൻമെൻറ്റുകളുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ വൈകുന്നേരം കാണുള്ളൂ ഓൺലൈനിൽ. എല്ലാവർക്കും ശുഭദിനം.